ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂൺ നൈറ്റിന്റെ എപ്പിസോഡ് 4 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതെന്താണെന്ന് വെച്ചാൽ സ്കാരബ് കയ്യിൽ കിട്ടിയ ഹാരോ അതുകൊണ്ട് അമിത്തിനെ അന്വേഷിക്കാൻ പോകുന്നു. മാർക്ക് സ്പെക്ടർ ഈജിപ്തിലെ കൈറോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഹാരോയുടെ കുറച്ച് ആളുകളെ ചേസ് ചെയ്യുന്നു. എന്നിട്ട് ഹാരോ എവിടെയാണെന്ന് അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ അമിത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ഒന്നും തുറന്ന് പറയുന്നില്ല. ഫൈറ്റ് ചെയ്യാൻ വരുന്ന അവരെ മാർക്ക് ഇടിച്ച് ചുരുട്ടുന്നു. ഒരാൾ കൊല്ലാൻ പോയപ്പോ സ്റ്റീവൻ ഇടയ്ക്ക് കയറി വന്നു. വീണ്ടും ബോഡിയിലേക്ക് മാർക്ക് തിരിച്ചു വന്നപ്പോൾ അവൻ വീണ്ടും ആൾക്കാരെ ചേസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇടയ്ക്ക് വെച്ച് തലക്കടി കിട്ടി മാർക്ക് താഴെ വീഴുവാണ്. അവന്റെ ബോധം മറിഞ്ഞ് പിന്നെ ബോധം വരുമ്പോൾ ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. അവന്റെ കയ്യിൽ ഉരുപ്പിടിച്ചിരിക്കുന്ന കത്തിയുണ്ട് രണ്ടുപേരെ താഴെ ക്രൂരമായി കൊന്നിട്ടിരിക്കുവാണ്. പക്ഷെ അവരെ കൊന്നത് മാർക്കും അല്ല, സ്റ്റീവനും അല്ല. പിന്നെ ആരാണ് കൊന്നതെന്ന് ഏറ്റവും വലിയൊരു കൺഫ്യൂഷനായി മാറി. അതിലെ ചെറിയ പയ്യനെ ഭയപ്പെടുത്തി ഹാരോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ആ പയ്യൻ അത് പറയുന്നില്ല. അമിത്തിന്റെ വലിയൊരു ഭക്തനായതുകൊണ്ട് അവൻ സ്വയം താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്യുവാണ്. മാർക്കിന് കുറ്റബോധം തോന്നി. പക്ഷെ ഖോൻഷുവിന് അതൊരു പ്രശ്നമായിരുന്നില്ല. ദൈവങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഖോൻഷു ഒരു സൂര്യഗ്രഹണം ഉണ്ടാക്കുകയാണ്. ഇതിഷ്ടപ്പെടാത്ത ദൈവങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. അവിടേക്ക് ഖോൻഷുവിന്റെ ശബ്ദമായിട്ട് മാർക്കും കയറി ചെല്ലുന്നുണ്ട്. ഖോൻഷുവിന്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു ഹാദർ എന്ന് പറയുന്ന ദൈവം. ഖോൻഷു ആർദർ ഹാരോയുടെ മേൽ അമിത്തിനെ തുറന്നുവിടാൻ നോക്കുന്നു എന്ന് പറയുന്ന കുറ്റം ചാർത്തുന്നു. ഈ സമയത്ത് ദൈവങ്ങൾ ഹാരോയെ അങ്ങോട്ട് വരുത്തിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ബുദ്ധിപൂർവ്വം ഖോൻഷുവിനെ കുറ്റക്കാരനാക്കി അവിടുന്ന് രക്ഷപ്പെടുന്നു. ഖോൻഷു പറയുന്നതൊന്നും ദൈവങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഫ്രണ്ടായിട്ടുള്ള ഹാദർ ഒരു പുതിയ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമിത്തിന്റെ കല്ലറയിലേക്കുള്ള വഴി സെൻഫു എന്ന് പറയുന്ന ആളുടെ കല്ലറയിൽ ഒരു മാപ്പായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അമിത്തിന്റെ ലൊക്കേഷൻ കിട്ടും. ഇത് അന്വേഷിച്ചു പോകുന്ന മാർക്കിന്റെ മുന്നിലേക്ക് ലൈല വരുവാണ്. ലൈലയോട് പറയാതെയാണ് മാർക്ക് ഈജിപ്തിലേക്ക് പോകുന്നത്. അതിന്റെ ഒരു ദേഷ്യം അവൾക്കുണ്ട്. എന്നാലും ഈ സെൻഫുവിന്റെ കല്ലറ എവിടെ നിന്ന് കിട്ടുമെന്ന് അവൾക്കറിയാമായിരുന്നു. ബ്ലാക്ക് മാർക്കറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന മൊഗാട്ട് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് ലൈലയും മാർക്കും കൂടി പോവാണ്. അയാൾക്ക് ഇവരെ സംശയം തോന്നിയെങ്കിലും ഇവര് പേരൊക്കെ മാറ്റി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. മൊഗാട്ടിന്റെ കയ്യിലുള്ള സെൻഫുവിന്റെ കല്ലറ മാർക്ക് പരിശോധിക്കാൻ തുടങ്ങി. ലൈല പല കാരണങ്ങൾ പറഞ്ഞ് മൊഗാട്ടിനെയും അയാളുടെ ആളായിട്ടുള്ള ബെക്കിനെയും അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഈ മാപ്പ് ശരിക്കും വെച്ചാൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സ്റ്റീവനാണ് നന്നായിട്ട് അറിയുന്നത്. തന്നെ പുറത്തുവിടാത്തതുകൊണ്ട് ആദ്യം സ്റ്റീവൻ അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നെ അവൻ സമ്മതിച്ചു. അവരങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മൊഗാട്ടും ബെക്കും അങ്ങോട്ട് കയറി വരുവാണ്. ഈ സമയത്ത് അവരെ ഫോളോ ചെയ്ത് അങ്ങോട്ട് വരുന്ന ഹാരോ മൊഗാട്ടിന് അമിത്തിന്റെ യഥാർത്ഥ ശക്തി കാണിച്ചു കൊടുക്കുന്നു. അയാൾ അമിത്തിന്റെ മാന്ത്രിക വടി കൊണ്ട് സെൻഫുവിന്റെ സാക്കോഫാഗസ് തകർത്ത് കളയുവാണ്. ഹാരോ പോയി കഴിഞ്ഞ് മാർക്ക് മൂൺ നൈറ്റ് ആയിട്ട് മാറി എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യുവാണ്. ലൈലയും നല്ല അടിപൊളിയായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം മൂൺ നൈറ്റ് മൊഗാട്ടിനെയും ആളുകളെയും കൊന്നു കളയുവാണ്. സെൻഫുവിന്റെ ശവക്കല്ലറിയെ നോക്കിയപ്പോൾ ആ മാപ്പിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഹാരോ വന്ന സമയത്ത് ലൈലയുടെ അച്ഛന്റെ മരണവും മാർക്കും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഇല്ലേ എന്നുള്ള പോലെ സംസാരിച്ചിട്ടാണ് പോയത്. ഇതുകൊണ്ട് ലൈലയ്ക്ക് മാർക്കിന്റെ മേൽ ചെറിയ സംശയം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മാർക്കിനോട് ചോദിക്കുമ്പോൾ അവനൊന്നും വിട്ടു പറയുന്നില്ല. അവർ മാപ്പ് കൊണ്ട് ഒരു മരുഭൂമിയിലെത്തി. മാപ്പ് ശരിക്കും ചേർത്ത് വെക്കാൻ മാർക്കിന് അറിയില്ല. പക്ഷെ സ്റ്റീവൻ അറിയാം. അതുകൊണ്ട് തൽക്കാലം മാർക്ക് ബോഡിയുടെ കൺട്രോൾ സ്റ്റീവന് വിട്ടുകൊടുത്തു. അപ്പോഴാണ് സ്റ്റീവൻ പറയുന്നത് സെൻഫു മാപ്പ് ഉണ്ടാക്കിയത് 2000 വർഷങ്ങൾക്ക് മുൻപാണ്. ആ സമയത്ത് നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയിട്ടാണ് അയാൾ ഈ മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ നക്ഷത്രങ്ങൾ നോക്കി ഈ മാപ്പ് വെച്ച് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഖോൻഷു അവന്റെ പവർ ഉപയോഗിച്ച് രാത്രിയിലെ ആകാശത്തിന് മാത്രം 2000 വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ നക്ഷത്രങ്ങളുടെയും ചന്ദ്രന്റെയും ഒക്കെ സ്ഥാനം കറക്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ ലൈല അവളുടെ കയ്യിലുള്ള ഡിവൈസ് ഉപയോഗിച്ച് അമിത്തിന്റെ ശവക്കല്ലറയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുവാണ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മനുഷ്യരുടെ ലോകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കി ശ്രദ്ധ തങ്ങളുടെ നേരേക്ക് തിരിക്കരുതെന്ന് ദൈവങ്ങൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. അതാണ് ഖോൻഷു തെറ്റിച്ചത്. ഒരു വട്ടം അവനെ വാൺ ചെയ്തിരുന്നു. പക്ഷെ ഖോൻഷു വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ രാത്രിയിലെ ആകാശം പിന്നോട്ട് തിരിച്ചപ്പോ ക്ഷണിച്ചു വരുത്തി. ഇതിന്റെ പേരിൽ ദൈവങ്ങൾ എല്ലാവരും കൂടി പണ്ട് അമിത്തിനെ കല്ലിൽ പൂട്ടിയടച്ചതുപോലെ ഖോൻഷുവിനെയും ഒരു കല്ലിൽ പൂട്ടിയടയ്ക്കുവാണ്. ഈ കല്ലിന്റെ പേരാണ് ഉഷാബ്ദി. ഖോൻഷു പോയതോടെ സ്റ്റീവന്റെയും മാർക്കിന്റെയും മൂൺ നൈറ്റ് ശക്തികൾ പോവുകയാണ്. സ്റ്റീവൻ ബോധം കെട്ടി താഴെ വീഴുന്നു. ലൈല അവനെ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും എണീക്കുന്നില്ല. ഖോൻഷുവിന്റെ ഉഷാബ്ദിയെ കയ്യിലെടുത്ത് ഹാരോ ഒരു കാര്യം പറയുന്നു. തന്നെ ഖോൻഷു ഒരുപാട് കഷ്ടപ്പെടുത്തിയെങ്കിലും തനിക്ക് ശരിയായിട്ടുള്ള പാത കണ്ടെടുക്കാൻ ആ കഷ്ടപ്പാടുകൾ തന്നെയാണ് സഹായിച്ചത്. ഇപ്പൊ ഹാരോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഖോൻഷുവും ഒരു കാരണമാണ്. ഇങ്ങനെയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. ഇനി നമുക്ക് സമയം കളയാതെ എപ്പിസോഡ് 4ലേക്ക് കടക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഒരു മൈൻഡ് ഫൺ എപ്പിസോഡാണ്. അതായത് എപ്പിസോഡിന്റെ അവസാനത്തേക്കൊക്കെ ആവുമ്പോൾ എന്ത് തേങ്ങയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു പോകും. സമയം കളയാതെ നമ്മൾക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ദൈവങ്ങളുടെ പ്രധാനിയായിട്ടുള്ള ഒസൈരിസ് ഖോൻഷുവിന്റെ ഉഷാബ്ദി കൊണ്ടൊരു സ്ഥലത്ത് വെക്കുന്നതാണ്. ഇതിങ്ങനെ കല്ലിലടച്ച് പൂട്ടിയ ദൈവങ്ങളെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് വേറെയും കുറെ ദൈവങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താ? ഇതിനു മുൻപും റൂൾസ് തെറ്റിച്ച ഒരുപാട് ദൈവങ്ങളെ ഇവരിങ്ങനെ തന്നെ കല്ലിലടച്ച് പൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അമിത്തിനെ മാത്രം വളരെ അപകടകാരിയായതുകൊണ്ട് ദൂരെ എവിടെയോ ഏതോ കല്ലറയിലാണ് പൂട്ടി വെച്ചിരിക്കുന്നത്. അതും ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഉഷാബ്ദികൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പല ദൈവങ്ങളെ പോലും ഇവർ കല്ലിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ആ ദൈവങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ഇപ്പൊ വേറെ ദൈവങ്ങളായിരിക്കും ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, ആവശ്യം വരും. നേരെ സീൻ ചേഞ്ച് ആവുന്നത് നമ്മുടെ മരുഭൂമിയിലേക്കാണ്. അവിടെ ബോധം കെട്ടിയെടുക്കുന്ന സ്റ്റീവനെ ലൈല കുറെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റീവനും വിളിയേക്കുന്നില്ല, മാർക്കും വിളിയേക്കുന്നില്ല. ഇത്രയും നേരം ഖോൻഷുവിന്റെ പവർ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഇല്ലാതായപ്പോ അവർ ബോധം കെട്ടി
താഴെ വീണ് പോയതാണ്. ബോഡി റിക്കവർ ആവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ അപ്പോഴേക്കും ലൈല ദൂരെ ഒരു ജീപ്പിന്റെ ഒച്ച കേൾക്കുകയാണ്. അവൾക്ക് മനസ്സിലായി ഒരു പക്ഷെ ഹാരോയുടെ ആളുകൾ അവരെ ഫോളോ ചെയ്ത് വരുന്നതായിരിക്കും. അതങ്ങനെ തന്നെയായിരുന്നു. ലൈല പെട്ടെന്ന് പോയി അവരുടെ ജീപ്പിന്റെ പിന്നിൽ ഒളിക്കുകയാണ്. പക്ഷെ അവൾ ഓടുന്നത് ഹാരോയുടെ ആളുകൾ നേരത്തെ കണ്ടിരുന്നു. അവർ ജീപ്പ് കൊണ്ട് അങ്ങോട്ട് വരാൻ തുടങ്ങി. ലൈല നേരെ അവര് വന്ന ജീപ്പിന്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഫൈറ്റ് ചെയ്യാൻ പറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നു. അവിടെ ഒരു ഫ്ലെയർ ഉണ്ടായിരുന്നു. ഈ ഫ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പിത്തിരിയുടെ ഒരു ഡെവലപ്ഡ് വെർഷനാണ്. സാധാരണ വഴിതെറ്റി പോകുമ്പോൾ മറ്റുള്ള ആൾക്കാർ ദൂരെ നിന്ന് ശ്രദ്ധിച്ച് രക്ഷിക്കാൻ വരാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇത് ഉപയോഗിക്കാറുള്ളത്. തൽക്കാലം ലൈലയ്ക്ക് അത് കിട്ടിയുള്ളൂ. ലൈലയെ കാണാതായപ്പോ ഹാരോയുടെ ആൾക്കാർ ചുറ്റും നോക്കി. അപ്പൊ അവിടെ സ്റ്റീവന്റെ ബോഡി കിടക്കുന്നു. അവർ വിചാരിച്ച സ്റ്റീവൻ മരിച്ചു പോയെന്ന്. പെട്ടെന്നാണ് ലൈല പിന്നിക്കോട് വരുന്നത്. അവരവളെ വെടിവെക്കുന്നുണ്ട്. പക്ഷെ ലൈല ഒഴിഞ്ഞു മാറി ജീപ്പിന്റെ മറ്റേ സൈഡിലേക്ക് പോയി. ഈ പൊട്ടന്മാരെ അവളെ വെടിവെക്കാൻ വേണ്ടി ജീപ്പ് കൊണ്ട് അങ്ങോട്ട് പോവാണ്. ലൈല നേരെ ജീപ്പിന്റെ പിന്നിക്കോട് വന്ന് അവളുടെ കയ്യിലുള്ള കത്തുന്ന ഫ്ലെയർ അവന്മാരുടെ ജീപ്പിന്റെ പിന്നിലേക്ക് ഇടുവാണ്. ആ ജീപ്പിൽ കുറെ പൊട്ടിത്തെറിക്കുന്ന ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് വിഷുവിന് പടക്കം പൊട്ടിച്ച പോലെ പൊട്ടിച്ചെതറാൻ തുടങ്ങി. പിന്നെ അവന്മാരുടെ അനക്കൊന്നും കേൾക്കാനില്ല. ലൈല ആശ്വസിച്ച് പിന്നിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ സ്റ്റീവൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. അവന് ബോധം വന്നു. അങ്ങനെ അവർ രണ്ടുപേരും ജീപ്പിൽ യാത്ര തുടർന്നു. എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ലൈലയുടെ ഡിവൈസിൽ അമിത്തിന്റെ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ അങ്ങോട്ടാണ് അവർ പോകുന്നത്. ഇവർ ഈ ലൊക്കേഷൻ നോക്കി പോകുന്നു. ഹാരോ ആ സ്കാരബ് നോക്കി പോകുന്നു. രണ്ടും ഒരേ ലൊക്കേഷനിലേക്ക്. അതും അമിത്തിനെ കണ്ടുപിടിക്കാൻ. ഇവർക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. കാരണം ഹാരോ ഇവരെക്കാൾ ഒരുപാട് മുമ്പിലാണ്. സ്റ്റീവൻ, നമുക്ക് സമയം ഒട്ടുമില്ല. ഹാരോ ഇപ്പോൾ അവിടെ എത്തിയെന്ന് പോലും നമുക്കറിയില്ല. നമുക്കൊരു പക്ഷെ മാർക്കിന്റെ ആവശ്യം ഉണ്ടാവും. കണ്ടോ സ്റ്റീവൻ, ലൈലയ്ക്ക് ബുദ്ധിയുണ്ട്. മര്യാദയ്ക്ക് ആ ബോഡി എനിക്ക് വിട്ടതാ. ഇല്ല ലൈല, ഞാൻ ഈ ബോഡി മാർക്കിന് കൊടുക്കില്ല. ഞാനും മാർക്കും തമ്മിലൊരു ഡീൽ ഉണ്ടായിരുന്നു. മാർക്കിന്റെ ചെയ്യാനുള്ള പണികളൊക്കെ കഴിഞ്ഞാൽ ബോഡി എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. ഇപ്പൊ കോൺഷു പോയില്ലേ? കോൺഷു പോയി കഴിഞ്ഞാലും ബോഡി എനിക്ക് തരാമെന്ന് മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബോഡി ഞാൻ മാർക്കിന് കൊടുക്കാൻ പോകുന്നില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ എനിക്ക് ഈ ബോഡി തിരിച്ചു തരുമെന്ന് തോന്നുന്നില്ല. എന്റെ പൊന്ന് സ്റ്റീവ, നിനക്ക് മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല. ഇപ്പോഴാണെങ്കിൽ കോൺഷു ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോയാൽ ഹാരോയുടെ ആൾക്കാർ നിങ്ങൾ കൊന്നുകളയും. അതാണ് നിന്റെ ആഗ്രഹം. അതുകൊണ്ട് മര്യാദയ്ക്ക് ബോഡി എനിക്ക് തന്നേക്ക്. നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. എനിക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയാം. ഞാനെന്നാ പേപ്പട്ടി അടിച്ചു തെറിപ്പിച്ച് നീ കണ്ടല്ലേ? അപ്പൊ ഞാനറിയാതെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഡീലൊക്കെ ഉണ്ടല്ലേ? കൊള്ളാം. അപ്പൊ മാർക്കിന് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്നേക്കുമായിട്ട് പോകുമെന്ന് പറഞ്ഞല്ലേ? ഇത് സ്റ്റീവനോട് പറഞ്ഞു. പക്ഷെ എന്നോട് എന്താ മാർക്ക് അത് പറയാത്തത്? അപ്പൊ എനിക്ക് അത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ. അല്ലല്ല. പക്ഷെ മാർക്ക് ഓൾറെഡി നിന്റെ ലൈഫിൽ നിന്ന് പോയതല്ലേ? അവൻ നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് ഒക്കെ അയച്ചതല്ലേ? അതെ. എന്തെങ്കിലും ആവട്ടെ, മാർക്കിന് സ്വന്തം എന്ന് പറയാൻ ആ കൂടിയുള്ളത് ആ മൂൺ നൈറ്റ് സ്യൂട്ട് ആയിരുന്നു. ഇപ്പൊ അവന്റെ കയ്യിൽ അതുമില്ല. അത് മാത്രമല്ല, മാർക്ക് എപ്പോഴും എന്നെ മാറ്റി നിർത്താറ് പതിവ്. അവനെല്ലാം ഒറ്റയ്ക്ക് പോയി ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇനി അത് പറ്റില്ല. ഇനി ചെയ്യാനുള്ളതൊക്കെ നമുക്ക് രണ്ടുപേർക്കും ചെയ്യാം. സ്റ്റീവൻ, എന്റെ ബോഡി എനിക്ക് തിരിച്ചതാ. നിങ്ങൾ വലിയൊരു കുഴപ്പത്തിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്റെ സഹായം വേണ്ടി വരും. ബോഡി തരാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാനും ലൈലയും എന്താ മോശം? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. ഞാനും ലൈലയും മാത്രം. നമ്മൾ രണ്ടുപേരും. അത് മതി. സ്റ്റീവൻ, നിന്റെ പോക്കത്ര ശരിയല്ല. ഈ സമയത്ത് അവർ ജീപ്പിൽ പോകാൻ പറ്റാത്തൊരു വഴിയിലേക്ക് എത്തി. അങ്ങനെ ജീപ്പ് അവിടെ ഇട്ട് അവരിറങ്ങി നടക്കാൻ തുടങ്ങി. ഇതൊരു വളരെ ഒറ്റപ്പെട്ട സ്ഥലമാണ്. മലയുടെ മുകളിലായിട്ട് ഒരു ആടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഹാരോയും ആളുകളും ഓൾറെഡി അവിടെ എത്തി ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. അവിടെ നിൽക്കുന്ന ഒട്ടകത്തിനോടൊക്കെ സ്റ്റീവൻ ഹായ് പറയുന്നുണ്ട്. അത്രയും പാവമാണ് സ്റ്റീവൻ. ലൈല സ്റ്റീവനോട് എന്തായാലും ഉള്ളിലേക്ക് പോവാണല്ലോ. അപ്പോൾ ഹാരോയുടെ ആളുകൾ ഇവിടെ വെച്ചിട്ട് പോയ സാധനങ്ങൾ പരിശോധിക്കാൻ പറയുന്നു. അതിന് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. ആയുധങ്ങളോ ലൈറ്റോ അങ്ങനെ എന്തും. അങ്ങനെ സ്റ്റീവൻ അവിടെയുള്ള ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് കയറി. സ്റ്റീവനോടൊന്ന് ഒരു ടോർച്ചും വേറെ ചില ചെറിയ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ സമയത്ത് അവിടെയുള്ള റിഫ്ലക്ഷനിൽ കൂടെ മാർക്ക് സംസാരിക്കാൻ തുടങ്ങി. എന്താ സ്റ്റീവൻ, നിന്റെ മുഖം കണ്ടിട്ട് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ? പേടിക്കുന്നത് തെറ്റൊന്നുമല്ല. ഒന്നാമത് നിനക്ക് ഫൈറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. പിന്നെ ഇപ്പൊ കോൺഷു ഇല്ല. നിന്നെ സഹായിക്കാനായിട്ട് ആ സ്യൂട്ടും പുറത്തു വരില്ല. അപ്പൊ മുറിവ് പറ്റിയ അത് ഹീലാവാനും പോകുന്നില്ല. അന്ന് നീ ആ പേപ്പട്ടി അടിച്ചത് കോൺഷുവിന്റെ പവർ ഉള്ളതുകൊണ്ടല്ലേ? അതിപ്പോ ഇല്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് എന്റെ ബോഡിയുടെ കൺട്രോളെങ്കിലും എന്റെ കയ്യിലുണ്ടല്ലോ. എനിക്ക് അത് മതി. ഇനി ഒരിക്കലും ഞാൻ നിനക്ക് എന്റെ ബോഡി വിട്ടുതരാൻ പോകുന്നില്ല. സ്റ്റീവൻ, എനിക്ക് നിന്നെ ശല്യപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ല. എന്നേക്കുമായിട്ട് പോകാൻ പറ്റിയെങ്കിലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ശരിക്കും. പക്ഷെ ഞാനിപ്പോഴും നിന്റെ കൂടെ തന്നെയാണ്. ഇപ്പൊ നീ നേടാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. ലൈലയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നീ ബോഡിയുടെ കൺട്രോൾ എനിക്ക് തരണം. അവളെ സേഫ് ആക്കണ്ടേ? ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ ഞാൻ മുന്നിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ മാർക്ക് നീ പറയുന്നത്? ഞാൻ വെറും കഴിവില്ലാത്തവനാണെന്നാണ് നിന്റെ വിചാരം? ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കും അറിയാം. അത് മാത്രമല്ല, നമ്മൾക്ക് രണ്ടുപേർക്കും സെയിം ബോഡിയല്ലേ? അപ്പൊ നീ പണ്ട് ഫൈറ്റ് ചെയ്തതിന്റെ ഒരു മസിൽ മെമ്മറി ഉള്ളിലുണ്ടാവും. ചിലപ്പോൾ ആവശ്യം വരുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റിയാലോ? സ്റ്റീവൻ, മസിൽ മെമ്മറി അങ്ങനെയൊന്നും വർക്കാവുന്ന കാര്യമല്ല. എനിവേ, എന്തൊക്കെയായാലും നീ ഒറ്റയ്ക്കല്ലെന്ന് ആലോചിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. നീ ബോഡി എനിക്ക് വിട്ടു തന്നാൽ മാത്രം മതി. അതല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് എനിക്കറിയാം. എന്റെ കൂടെ ലൈല ഉണ്ടല്ലോ. ലൈലയും ഞാനും ലൈലയും രണ്ടുപേരും മതി. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല, ലൈലയും ഒറ്റയ്ക്കല്ല. എടാ മോനെ സ്റ്റീവ, എനിക്കൊരു സംശയമുണ്ട്. നിനക്ക് ലൈലയോട് പ്രേമമാണോ? എടാ നാറി, അവളെന്റെ ഭാര്യ. ആ കാര്യം നീ മറക്കണ്ട. എന്താ മാർക്ക് പറയുന്നത്? നിന്റെ വൈഫോ? നീല അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പോയെ? അതുകൊണ്ട് നീ ഒന്നും പറയണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. ലൈല ഒരു നല്ല കുട്ടിയാ. അവളൊരു നല്ല ജീവിതം അർഹിക്കുന്നുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് ആ പാവത്തിന് അത് കിട്ടിയില്ല. പാവം ലൈല. ഇനി നീ എന്നോടൊന്നും പറയണ്ട. ഞാൻ പോവാ. എല്ലാം ഞാനും ലൈലയും നോക്കിക്കോളാം. ഡാടാ മോനെ സ്റ്റീവ, നീയോ മറ്റോ എന്റെ വൈഫ് ലൈലയെ തൊടാൻ ശ്രമിച്ചാ നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടും. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഞാൻ നമ്മളുടെ രണ്ടുപേരുടെയും ബോഡി എടുത്ത് മലയുടെ മുകളിൽ താഴേക്കിടും. അതുകൊണ്ട് ലൈലയുടെ അടുത്ത് സൂക്ഷിച്ചും കൊണ്ട് വേണം പെരുമാറാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്ന് പോടോ, പേടിപ്പിക്കാതെ. ഞാൻ പേടിക്കുന്നതാണോ വിചാരം? വല്ല തോക്കിൽ ബുള്ളറ്റ് ഇടാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ഡൗട്ട് വരുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. അതുവരെ മോൻ ഉള്ളിൽ തന്നെ ഇരിക്കും. സ്റ്റീവ, ഞാൻ ശരിക്കും പറയും, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ലൈലയുടെ അടുത്ത് മറ്റേ നീ മോശമായിട്ട് പെരുമാറി എന്റെ സ്വഭാവം മാറും. എന്തായാലും സ്റ്റീവ മാർക്ക് പറയുന്നത് കേൾക്കാതെ പോവാണ്.
നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ ലൈലയുടെയും സ്റ്റീവന്റെയും താല്പര്യങ്ങൾ ഒരുപോലെ ആയതുകൊണ്ട് ലൈലയ്ക്ക് സ്റ്റീവനോട് ചെറിയൊരു ചായ്വുണ്ട്. സ്റ്റീവനാണെങ്കിൽ ലൈലയോട് ഒടുക്കത്തെ ക്രഷുണ്ട്. പാവത്തിന് ഇതുവരെ ഒരു ഗേൾ ഫ്രണ്ട് പോലും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഒരുത്തി ഇങ്ങോട്ട് വൈഫാണെന്ന് പറഞ്ഞ് കയറി വരുന്നത്. ഈ സമയത്ത് ലൈലയും അപ്പുറത്തുള്ള ടെന്റിൽ നിന്ന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ കുറച്ച് ബ്ലഡ് കിടക്കുന്നുണ്ട്. അത് ലൈല കണ്ടില്ല. അവിടെ ഒരു ആയുധവും കിടക്കുന്നുണ്ട്. അത് വെച്ചായിരിക്കും ആരെയോ ആക്രമിച്ച് അവിടെ ബ്ലഡ് ആക്കിയിരിക്കുന്നത്. ഈ ആയുധം എന്താണെന്നറിയോ? ഇത് പുരാതന കാലത്ത് ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണ്. ആളുകളെ മമ്മിയാക്കുന്നതിന് മുന്നേ അവരുടെ ഉള്ള അവയവങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു വെക്കും. അതിനുപയോഗിച്ചിരുന്ന ഒരു ആയുധമാണിത്. ഇതിപ്പോ ആരും ഉപയോഗിച്ചിട്ടുണ്ടാവുക അറിയില്ല. ഇപ്പൊ ലൈല താഴേക്ക് ഇറങ്ങാൻ വേണ്ടി തന്റെ മേലും സ്റ്റീവന്റെ മേലും റോപ്പൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. ലൈല ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റീവൻ അവളോടുള്ള ഇഷ്ടം കൂടുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ലൈല ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഐ മീൻ ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നെന്ന് പറഞ്ഞു. മാർക്കിനും അഡ്വഞ്ചറൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ അവൻ എന്നെ കൂടെ കൂട്ടാതെയായി. അല്ലെങ്കിലും മാർക്കൊരു പൊട്ടന. സ്റ്റീവൻ നിനക്ക് ശരിക്കും മാർക്കിന്റെ നല്ല സ്മെല്ലുണ്ടല്ലോ, എനിക്ക് അവന് ഓർമ്മ വരുമോ? അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരേ ബോഡിയാണല്ലോ, അപ്പൊ പിന്നെ സ്മെല്ല് ഒരേപോലെ ആയിരിക്കില്ലേ? ഇങ്ങനെ പറഞ്ഞ് മാർക്കിന് ഓർമ്മ വരുന്ന ലൈല സ്റ്റീവനെ കിസ് ചെയ്യാൻ പോവാണ്. പക്ഷെ സ്റ്റീവൻ പെട്ടെന്ന് പേടിച്ചു പോയി. അവനെ തൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ച് സ്റ്റീവനെ കിസ് വേണ്ടെന്നല്ല അർത്ഥം. ഇത് പെട്ടെന്നായി പോയി. സ്റ്റീവൻ പെട്ടെന്ന് പിൻവലിഞ്ഞ് ഉള്ള കാര്യം അങ്ങോട്ട് പറയുവാണ്. ലൈല, മാർക്ക് നിന്നെ മാറ്റി നിർത്തിയതിന് ഒരു കാരണമുണ്ട്. അവൻ നിന്നെ കോൺഷ്യന്റെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് അവൻ നിന്നെ ദൂരേക്ക് മാറ്റിയത്. മാർക്ക് വിചാരിക്കുന്നത് അവൻ കോൺഷ്യന്റെ അവതാരമാകാൻ സമ്മതിച്ചില്ലെങ്കിൽ അടുത്തതായിട്ട് കോൺഷ്യൻ നിന്നെ അവതാരമാക്കുമെന്ന. നിനക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അവൻ നിന്നെ മാറ്റി നിർത്തിയത്. എന്താ സ്റ്റീവൻ പറയുന്നത്? ഇതൊക്കെ സത്യമാണോ? അതെ ലൈല, നീ ഇത് ഇപ്പോഴെങ്കിലും അറിയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. നന്നായി സ്റ്റീവൻ, നീ സത്യസന്ധത ഉള്ളവനാ. കാര്യങ്ങൾ തുറന്നു പറയും. ആക്ച്വലി ഇത് നീ പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ അറിയേണ്ടത്, മാർക്കല്ലേ എന്നോട് പറയേണ്ടത്. എനിക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട. സ്വന്തം കാര്യം നോക്കാൻ എനിക്ക് അറിയാം. എനിക്ക് വേണ്ടത് സത്യസന്ധതയാണ്. എന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. അത് മാർക്ക് ഒരിക്കലും ചെയ്യാറില്ല. അതെ ലൈല, ഞാനൊരു സത്യസന്ധനാണല്ലേ, പക്ഷെ മാർക്ക് അങ്ങനെ അല്ലല്ലേ. അതെ സ്റ്റീവൻ, നീ ഒരു പാവ. ഈ സമയത്ത് സ്റ്റീവന്റെ എല്ലാ കൺട്രോളും പോയിട്ട് അവൻ ലൈലയെ കയറി അങ്ങോട്ട് കിസ് ചെയ്യുവാണ്. പക്ഷെ ലൈല അത് എൻജോയ് ചെയ്യുന്നില്ല. കാരണം മുന്നിൽ നിൽക്കുന്നത് മാർക്കല്ല എന്നുള്ളൊരു ചിന്ത അവൾക്ക് നേരത്തെ വന്നു കഴിഞ്ഞു. എന്നാലും ലൈലയും കുറച്ച് റൊമാൻറ്റിക് ആവുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും സെയിം ബോഡിയാണല്ലോ. അവർ കുറെ നാൾ ഭാര്യയും ഭർത്താവുമായിരുന്നു. ഇപ്പൊ ഒരു കയറൊക്കെ കെട്ടി താഴേക്ക് ഇറങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആർദർ ഹാരയുടെ കയ്യിലിരുന്ന സ്കാരബ് നേരെ താഴേക്കാണ് ദിശ കാണിച്ചത്. അതിക്കൂടെയാണ് ഹാരയും ആളുകളും അടിയിലേക്ക് ഇറങ്ങി പോയത്. ഇപ്പൊ ഇവരും ആ വഴിക്ക് ഇറങ്ങി പോവാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ശവക്കല്ലറയും ശവകുടീരവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശവക്കല്ലറ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു 6 അടി നീളമുള്ള ശവക്കല്ലറ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഈജിപ്ഷ്യൻ പേരാണ് സാക്രോഫാഗസ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇതിന്റെ ഉള്ളിലാണ് മരിച്ചുപോയ ആളെ കിടത്തുക. അവരുടെ ശവത്തെ ഒരു മമ്മിയുടെ പോലെ, അതായത് ദ്രവിച്ചു പോവാത്ത പോലെ മരുന്നുകളൊക്കെ വെച്ച് കെട്ടി ഇതിന്റെ ഉള്ളിലാക്കി വെക്കും. ഇനി ശവകുടീരം എന്താന്ന് വെച്ചാൽ അതിനെ ടൂംബ് എന്നാണ് പറയുക. ശവകുടീരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ കൂടുതലാണ്. അതൊരു അറയായിരിക്കും, ഒരു റൂമായിരിക്കും, അല്ലെങ്കിൽ കുറെ റൂമുകളുള്ള ഒരു സ്ഥലമായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും ഈ ശവത്തിന് കടുത്തിരിക്കുന്ന ശവക്കല്ലറ ഇരിക്കുന്നത്. സാധാരണ രാജാക്കന്മാർക്കൊക്കെയാണ് ഇങ്ങനെ ശവകുടീരം അല്ലെങ്കിൽ ടൂംബ് നിർമ്മിക്കാറുള്ളത്. ഇപ്പൊ ഇവർ ഇറങ്ങാൻ പോകുന്നത് ഒരു ശവകുടീരത്തിന്റെ ഉള്ളിലാണ്. അതിന്റെ ഉള്ളിൽ എവിടെയോ ആണ് ഇവർ തേടിക്കൊണ്ടിരിക്കുന്ന ശവക്കല്ലറ ഇരിക്കുന്നത്. ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ ലൈല ബിലെ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. സാധാരണ ഇങ്ങനെ പർവ്വതത്തിലും ഗുഹയിലും ഒക്കെ കയറുന്നവരും ഇറങ്ങുന്നവരുമാണ് ബിലെ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. അത് ഈ കയറൊക്കെ കിട്ടി ഇറങ്ങുമ്പോൾ സേഫ്റ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന പോലെയുള്ള ഒരു വേർഡാണ്. ഇത് മാർക്കിനും ലൈലയ്ക്കും നേരത്തെ അറിയാം, പക്ഷെ അത് സ്റ്റീവൻ അറിയില്ല. ഇത് മനസ്സിലാവാത്ത സ്റ്റീവൻ നേരിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ലൈല ബിലേന്ന്. ലൈലയ്ക്ക് ഇത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. എന്തായാലും അവൾ ആദ്യം ഇറങ്ങാൻ തീരുമാനിക്കുന്നു. സ്റ്റീവൻ പിന്നാലെ ഇറങ്ങിക്കോളും. എന്തായാലും ലൈല ഇറങ്ങിപ്പോയപ്പോ സ്റ്റീവൻ അവളോടുള്ള പ്രണയം കാരണം ഇങ്ങനെ മയങ്ങി നിൽക്കുവാണ്. അപ്പൊ തന്നെ കിട്ടിയ അവന്റെ മോന്ത കിട്ടൊരിടി അത് മാർക്കായിരുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ബോഡിയുടെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കാൻ പറ്റിയില്ലെങ്കിലും കൈയുടെയോ കാലിന്റെയോ ഒക്കെ ചെറിയ രീതിയിലുള്ള കൺട്രോൾ ഒക്കെ ഏറ്റെടുക്കാൻ ഉള്ളിലുള്ള പേഴ്സണാലിറ്റിക്ക് പറ്റാറുണ്ട്. ഇതേ കാര്യം നമ്മൾ എപ്പിസോഡ് 1 കണ്ടതാണ്. ആ സ്കാരബ് സ്റ്റീവൻ ഹാരോയ്ക്ക് കൊടുക്കാൻ പോകുന്ന നേരത്ത് മാർക്കാണ് അവന്റെ കൈയും കാലും കൺട്രോൾ ചെയ്ത് അവൻ അവിടെ നിന്ന് നടത്തിക്കൊണ്ട് പോയത്. ആ സമയത്ത് സ്റ്റീവനോട് അനുവാദം ഒന്നും ചോദിച്ചിരുന്നില്ല. അതുപോലെയാണ് ഇപ്പോഴും കൈ കൺട്രോൾ ചെയ്ത് മാർക്ക് സ്റ്റീവന്റെ മുഖത്തിട്ട് ഇടി കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് മാർക്കിന്റെ ബോഡിയും കൂടിയാണ്. അതിനെയാണ് അവൻ ഇടിക്കുന്നത്. പക്ഷെ സ്വന്തം വൈഫിനെ വേറൊരുത്തും കിസ് ചെയ്യുന്ന കണ്ട മാർക്കിന് സഹിച്ചു നിൽക്കാൻ പറ്റൂ? കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ലൈല സേഫ് ആയിട്ട് നിലത്തേക്ക് ഇറങ്ങി. പക്ഷെ സ്റ്റീവൻ സേഫ് അല്ലാതെയാണ് നിലത്തേക്ക് ഇറങ്ങി. അവനെ മാർക്ക് പിടിച്ച് ഉന്തിയിട്ട് കാണും. പക്ഷെ മാർക്കും സ്റ്റീവനും ലൈലയുടെ പേര് ചൊല്ലി ഇങ്ങനെ തർക്കമുള്ള കാര്യമൊന്നും അവൾക്കറിയാൻ പാടില്ല. ലൈല സ്റ്റീവനെ പിടിച്ചെഴുന്നേപ്പിക്കുന്നു. ഏയ് ലൈല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല സ്ട്രോങ്ങാ. എന്നാലും എന്റെ അമ്മോ എന്തൊരു ലുക്കാ ഇത്. സ്റ്റീവൻ അങ്ങനെ പറയുന്നത് കേട്ട് ചിലപ്പോ തന്നെ പറ്റിയായിരിക്കും ലൈല വിചാരിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റീവൻ പറഞ്ഞത് പിന്നെ കണ്ട പുലിയുടെ ശില്പത്തിനെയാണ്. ലൈല ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയി. ഒരുപക്ഷെ സ്റ്റീവന് ലൈലയോട് അങ്ങനെ പറയണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ പറഞ്ഞ ഉടനെ മാർക്കിന്റെ കയ്യിൽ നിന്ന് അടുത്ത് ഇടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൻ റിസ്ക് എടുക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പുലിയുടെ പ്രതിമയുണ്ടല്ലോ, അത് രാജാക്കന്മാരുടെയൊക്കെ ശവകുടീരത്തിൽ ഒരു രാജകീയ ലുക്ക് വരാൻ വേണ്ടി വെക്കുന്നതായിരിക്കും. ചിലര് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയും ഇങ്ങനെ രൂപങ്ങൾ വെക്കാറുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വക്കാൻഡക്കാർ ആരാധിച്ചിരുന്ന ബാസ്റ്റ് എന്ന് പറയുന്ന കരിമ്പുലി ദേവതയുടെ ശില്പമായിരിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോ സ്റ്റീവന് ഭയങ്കര സന്തോഷമായി. അവൻ കഥകളിലൊക്കെ മാത്രമാണ് ഇങ്ങനെ ഗുഹയും ശവകുടീരവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ അവൻ നേരിട്ട് ലൈലയുടെ കൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാവ് ലൈല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളിവിടെ കയറിയെന്ന്. എന്ത് ഭംഗിയായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പുലിയുടെ പ്രതിമ കണ്ടില്ലേ? ഇത് ആയിരക്കണക്കിന് വർഷമായിട്ട് ഈ ശവകുടീരം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇതിനിപ്പോ ജീവൻ വെച്ച് വന്നാൽ ചിലപ്പോൾ നമ്മളെ കടിച്ചു കൊന്നു കളയും. അല്ലെങ്കിൽ കഥകളിലൊക്കെ കേൾക്കാറുള്ള പോലെ നമ്മളോട് വല്ല ചോദ്യം ചോദിക്കും.
അതിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ അവരുള്ളിലേക്ക് കടത്തിവിടൂ. എന്ത് രസമായിരിക്കും അല്ലെ? എനിക്ക് ത്രില്ലടിച്ചിട്ട് വയ്യ. എന്തായാലും സ്റ്റീവന്റെ ഈ ത്രില്ല് കാണുമ്പോൾ ലൈലയ്ക്ക് അതിനേക്കാൾ ത്രില്ലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ രണ്ടുപേരുടെയും താല്പര്യങ്ങൾ ഒരുപോലെയാണ്. മാർക്കിൽ നിന്ന് ഒരിക്കലും ലൈലയ്ക്ക് ഈ ഒരു വൈബ് കിട്ടിയിട്ടില്ല. അത് സ്റ്റീവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ സമയത്ത് ലൈല അവിടെ എഴുതി വെച്ച എന്തോ ഒരു കാര്യം സ്റ്റീവൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ലൈല പറയുന്നത് അത് അവളുടെ അച്ഛന്റെ പേരിന്റെ ഇനീഷ്യൽസ് ആണ്. അബ്ദുള്ള എൽ ഫോളിയുടെ ഏതോ ലെറ്റേഴ്സ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇംഗ്ലീഷോ അറബിയോ ഈജിപ്ഷ്യനോ ഏതോ ഒരു ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവളുടെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ലൈലയുടെ കൂടെ ഇവിടെ വരാൻ എന്തായാലും താല്പര്യം ഉണ്ടായിരുന്നേനെ. പക്ഷെ ആളിപ്പോ ജീവനോടെ ഇല്ല. അതുകൊണ്ട് ആളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലൈല അവിടെ അങ്ങനെ എഴുതി വെച്ചത്. അതായത് ലൈല ഇപ്പോഴും അവളുടെ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ലൈല, നിനക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? ആളെന്തായാലും ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നല്ലേ? ഇങ്ങനെ പുരാവസ്തുവൊക്കെ ഗവേഷണം നടത്തുന്ന ഒരു സയന്റിസ്റ്റ്. അത് ചെറിയ കാര്യമൊന്നുമല്ല, എനിക്കറിയാം. എന്തായാലും നീ ഇവിടെ വന്നത് കണ്ട ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. ആളുടെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ലൈല. എന്തായാലും നിന്റെ കൂടെ ഇപ്പൊ ഞാനില്ലേ, അതുകൊണ്ട് നീ ഒട്ടും വിഷമിക്കണ്ട. ലൈലയ്ക്ക് സ്റ്റീവൻ തന്നെ വളയ്ക്കാൻ ശ്രമിക്കുവാണോ എന്ന് ചെറുതായിട്ട് ഡൗട്ട് തോന്നുന്നുണ്ട്. പക്ഷെ സ്റ്റീവൻ അതൊക്കെ നാച്ചുറൽ ആയിട്ട് പറയുന്നതാ. അവനങ്ങനെ വളയ്ക്കാനൊക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ അവന് പണ്ട് ഗേൾഫ്രണ്ടിനെ കിട്ടിയാനെ. നമ്മുടെ സ്റ്റീവന്റെ മുഖം നോക്കിയാൽ തന്നെ അറിയാം അവൻ അടുത്തൊരു കിസ്സിന് വേണ്ടി കാത്തു നിൽക്കുവാണ്. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന മാർക്കിന്റെ ഇടി അവന് താങ്ങാൻ പറ്റില്ല എന്നറിയാം. അങ്ങനെ ഒരു മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതൊരു പസിൽ പോലെയാണ്, ഒരു ചോദ്യം പോലെ. ഇത് സോൾവ് ചെയ്താലേ അവർക്ക് കറക്റ്റ് അമിത്തിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ മെയ്സിന്റെ ഉള്ളിക്കൂടെ അവർ ഒരു വട്ടം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇതിന് 6 പോയിന്റ്സ് ഉണ്ട്, 6 വഴികൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു വഴി കൂടെ പോയാലായിരിക്കും കറക്റ്റ് ആയിട്ട് അമിത്തിന്റെ കല്ലറ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ബുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമാണ് ഏതാണ് ശരിക്കുള്ള വഴിയെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ സ്റ്റീവൻ ആണെങ്കിൽ അത്യാവശ്യം ബുദ്ധിയും ഈജിപ്ഷ്യൻ പുരാണത്തിൽ നല്ല അറിവുള്ള ആളാണ്. അവനൊരു കാര്യം മനസ്സിലായി. ഈ അറ അല്ലെങ്കിൽ മേസ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഷേപ്പിലാണ്. പുരാതന ഈജിപ്തിലൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കാണാറുള്ള ദ ഐ ഓഫ് ഹോറസ് അല്ലെങ്കിൽ ഹോറസിന്റെ കണ്ണിന്റെ ഷേപ്പിലാണ് ഈ അറ ഉണ്ടാക്കിയിരിക്കുന്നത്. അവൻ ആ ഷേപ്പ് അവിടെ വരയ്ക്കാൻ തുടങ്ങി. ഇനി ഇതെന്താന്ന് പറയാം. ഹോറസ് എന്ന് പറയുന്നത് ഒരു ഈജിപ്ഷ്യൻ ദൈവമാണ്. ദൈനിയഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിലും ഹോറസ് ഉണ്ട്. പുരാണം അനുസരിച്ച് പണ്ട് ഈ പറയുന്ന ഹോറസ് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും അതിന്റെ ഇടയ്ക്ക് ആളുടെ കണ്ണ് പോവുകയും ചെയ്തു. പിന്നീട് മറ്റൊരു ദൈവം വഴി അദ്ദേഹത്തിന്റെ കണ്ണ് ശരിയാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഹോറസിന്റെ കണ്ണ് വളരെ പ്രശസ്തമായിട്ട് മാറി. ആളുകൾ സുരക്ഷയുടെ പ്രതീകമായിട്ടൊക്കെയാണ് ഈ ചിഹ്നം ഉപയോഗിക്കാറുള്ളത്. ഇപ്പോ ഹിന്ദുക്കളാണെങ്കിൽ ഓം എന്ന് പറയുന്ന സിംബൽ ഉപയോഗിക്കും. ക്രിസ്ത്യൻസ് കുരിശിന്റെ ചിഹ്നം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ സിംബലൊക്കെ കാണുമ്പോൾ ഒരു സുരക്ഷയുള്ളത് പോലെ അത് വിശ്വസിക്കുന്നവർക്ക് തോന്നും. അതുപോലെ ഈജിപ്ഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു സിംബലാണ് ഹോറസിന്റെ കണ്ണ്. പ്രധാനമായിട്ടും രാജകീയതയുടെ പ്രതീകം കൂടിയായിരുന്നു ഇത്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെയാണ് ഇത് കല്ലറയിലും ശവകുടീരങ്ങളിലും ഒക്കെ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് മാത്രം ഈ പ്രശ്നം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. സ്റ്റീവൻ കുറച്ചുകൂടി ആലോചിച്ചു. ഐ ഓഫ് ഹോറസിന് കുറച്ചുകൂടി അർത്ഥങ്ങൾ അവൻ വായിച്ച ബുക്കുകളിൽ പറയുന്നുണ്ട്. ഈ ചിഹ്നത്തിനും 6 പോയിന്റ്സ് ഉണ്ട്, 6 ഭാഗങ്ങൾ. അത് ഓരോന്നും വേറെ വേറെ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ 6th സെൻസ് എന്നൊക്കെ പറയാറില്ലേ, നമ്മുടെ 6 സെൻസുകൾ, അതാണ് ഈ കണ്ണിന്റെ 6 ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ കണ്ണിലെ പുരികം സൂചിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളെയാണ്. കൃഷ്ണമണി സൂചിപ്പിക്കുന്നത് കാഴ്ചയെയാണ്. അങ്ങനെ ചിന്ത, കാഴ്ച, മണം, കേൾവി, ടേസ്റ്റ് ആൻഡ് ടച്ച്, ഇങ്ങനെയുള്ള 6 സെൻസുകളെയാണ് ഹോറസിന്റെ കണ്ണിന്റെ 6 പോയിന്റുകൾ സൂചിപ്പിക്കുന്നത്. ഈ അറയിലെ 6 വഴികളും ഇതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ഇങ്ങനെ നീണ്ടു വളഞ്ഞു ചുരുട്ടി വെച്ചിരിക്കുന്നത് നാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലായി. ഐ ഓഫ് ഹോറസ് എന്ന് പറയുന്ന രാജകീയമായ സിംബലിനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഈ ടൂമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു രാജാവിന്റെ ശവകുടീരമാണ്. ആ രാജാവിന്റെ കല്ലറയിലായിരിക്കാം അമിത്തിന്റെ ഉഷാബ്ദി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ഈജിപ്ഷ്യൻ രാജാവായിരുന്നു ഇത്. അവരെ ഫാരോ അല്ലെങ്കിൽ ഫറവോ എന്നാണ് വിളിക്കുക. ഈജിപ്തിലെ രാജാക്കന്മാർ, നേതാക്കന്മാർ, പ്രധാനികളായ ആളുകൾ, അവരെയാണ് ഫറവോ എന്ന് വിളിക്കാറ്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെയാണ് ഹോറസിന്റെ കണ്ണിന്റെ ഷേപ്പിൽ ഈ അറങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വരുന്നവരെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ. എന്തുകൊണ്ട് ഒരു ഈജിപ്ഷ്യൻ രാജാവ് അല്ലെങ്കിൽ ഫറവോയുടെ കൂടെ തന്നെ അമിത്തിന്റെ ഉഷാബ്ദി വെച്ചിരിക്കണം? തീർച്ചയായിട്ടും അമിത്തിന്റെ അവസാനത്തെ അവതാരമായിരുന്നിരിക്കും ഈ ശവകുടീരത്തിൽ കിടക്കുന്ന രാജാവ് അല്ലെങ്കിൽ ഫറവോ. അപ്പോ അമിത്ത് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളും പറയാൻ പറയുന്ന കാര്യങ്ങളും അമിത്തിന്റെ അവതാരമായിട്ടുള്ള രാജാവിൽ കൂടെ ആയിരിക്കും പുറത്തേക്ക് വന്നിരിക്കുക. അതായത് അമിത്തിന്റെ ശബ്ദമാണ് അമിത്തിന്റെ അവതാരമായിട്ടുള്ള രാജാവ്. ശബ്ദം കണക്ട് ചെയ്യുന്നത് നാക്കിനോടാണ്. അപ്പൊ ഐ ഓഫ് ഹോറസിലെ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന നാക്കിന്റെ അറ്റം നോക്കി പോയാൽ അവർക്ക് ആ ശവക്കല്ലറയിലേക്ക് എത്താൻ പറ്റും. ഇതൊക്കെ സ്റ്റീവന് വായിച്ചറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൻ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ഇതിങ്ങനെ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. എന്തായാലും അവർ നാക്കിനെ സൂചിപ്പിക്കുന്ന വഴി കൂടെ പോകാൻ തീരുമാനിക്കുന്നു. സ്റ്റീവൻ എങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് കണ്ട് ലൈല നല്ല ഇംപ്രസ് ആയി. അങ്ങനെ അവർ നടന്ന് വേറൊരു അറയിലേക്ക് എത്തി. അവിടെ ലൈല ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഹെക്ക പ്രീസ്റ്റുകളുടെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇനി അതെന്താന്ന് പറയാം. ഹെക്ക എന്ന് പറയുന്നത് പുരാതന ഈജിപ്തിലെ മാജിക്കിന്റെ ഒക്കെ ദൈവമാണ്. ഈ ഹെക്കയെ ആരാധിച്ചിരുന്ന മജീഷ്യന്മാരായിട്ടുള്ള ആളുകളെയാണ് ഹെക്ക പ്രീസ്റ്റുകൾ എന്ന് പറയുക. പുരാണത്തിൽ ഇങ്ങനെയാണ്. വളരെ പ്രധാനപ്പെട്ട ഫറവോകൾ മരിച്ചു കഴിഞ്ഞ് അവരെ മമ്മിയാക്കി ഒരു സാക്രിഫൈസസിൽ അടച്ച് ഇങ്ങനെ ശവകുടീരങ്ങളിൽ വെക്കും.
വെക്കുമ്പോൾ അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹെക്ക പ്രീസ്റ്റുകളെ അവിടെ നിർത്താറുണ്ട്. ഹെക്ക പ്രീസ്റ്റുകൾക്ക് മരണമില്ല, അവർ കാലാകാലങ്ങളോളം ജീവിച്ചിരിക്കും. നിധി കാക്കുന്ന ഭൂതത്തിന് പോലെ ഈ ശവകുടീരം അവർ കാത്തു സൂക്ഷിക്കും. ഇവിടേക്ക് ആരെങ്കിലും കടക്കാൻ ശ്രമിച്ചാൽ അവരെ പിടിച്ച് കൊന്ന് അവരെയും ചിലപ്പോൾ മമ്മിയാക്കി ഇവിടെ വെക്കും. ഇതാണ് ഹെക്ക പ്രീസ്റ്റുകൾ ചെയ്യുന്നത്. ഇതൊക്കെ ജസ്റ്റ് പുരാണമാണെന്ന് വിചാരിച്ച് തിരിയുമ്പോഴാണ് അവർ കാണുന്നത് അവിടെ ഫ്രഷ് ബ്ലഡ് കിടക്കുന്നു. അവിടെ വെച്ചിരിക്കുന്ന ഓരോരോ ഭരണികളിലും ഈ രക്തം കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭരണികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെയൊക്കെ മൂടി നിർമ്മിച്ചിരിക്കുന്നത് ഓരോ ദൈവങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പിലാണ്. അവിടെ തൊട്ടടുത്തായിട്ട് ആരെയോ വലിച്ചഴിച്ചുകൊണ്ട് പോയ രക്തപ്പാടുകൾ കാണുന്നുണ്ട്. ഒരു മനുഷ്യന്റെ അസ്ഥികൂടവും കാണുന്നുണ്ട്. അവർക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പൊ ഇവിടെ എന്തോ ഉണ്ട്. എന്തായാലും പേടിയായ സ്റ്റീവൻ വേറെ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുവാണ്. അപ്പതേ മോളിക്കോടെ ഒരു വഴി. അവൻ ആ തട്ടും പുറത്തേക്ക് പിടിച്ചു കയറി. അവിടെ ആരോ എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നൊന്നും സ്റ്റീവൻ മനസ്സിലാവുന്നില്ല. എന്തോ ആചാരങ്ങൾ നടത്താനുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. പാമ്പിന്റെ തോല്, പ്രത്യേക നിറങ്ങൾ, ഉപ്പ്, കർപ്പൂരം, മുളകുപൊടി, അങ്ങനെ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്. ഒരാളുടെ കൈപ്പത്തിയും അവിടെ കാണുന്നുണ്ട്. ആ കൈപ്പത്തിയോട് പാമ്പിന്റെ തോലൊക്കെ തുന്നിച്ചേർത്ത പോലെയാണ് കാണാൻ പറ്റുന്നത്. മോളിക്കോടെ പോണോ അടിയിക്കോടെ പോണോ എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവരൊരു വെടിവെച്ച് കേൾക്കുന്നത്. തീർച്ചയായിട്ടും അത് ഹാരോയുടെ ആളുകളായിരിക്കും. പക്ഷേ അവരാരെയായിരിക്കും വെടിവെക്കുന്നത്? അവരെന്തോ കാലൊച്ചകൾ കേൾക്കാൻ തുടങ്ങി. ലൈല പെട്ടെന്ന് അവിടെയുള്ള കല്ലിന്റെ അടുത്തായിട്ട് ഒളിക്കുവാണ്. സ്റ്റീവനെ ഒളിച്ചിരിക്കുന്നു. എന്തോ ഒരു പ്രത്യേകതരം രൂപം ഒരു മനുഷ്യനെ കൊണ്ടുവന്ന കല്ലി കിടത്തുവാണ്. ഇതാരാന്ന് മനസ്സിലായോ? ഇത് നമ്മൾ നേരത്തെ കണ്ട ഹാരോയുടെ ആളാണ്. ഇയാളും വേറൊരു പെണ്ണും കൂടിയിട്ടാണ് പോലീസാന്ന് പറഞ്ഞ സ്റ്റീവനെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നത്. ഇനി ആരയാളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് അറിയോ? ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഹെക്ക പ്രീസ്റ്റ്. കാലാകാലങ്ങളായിട്ട് ഈ ശവകുടീരം കാത്തു സൂക്ഷിച്ചു പോരുന്ന ആ ഹെക്ക പ്രീസ്റ്റ് തന്നെയാണിത്. കുറെ കാലങ്ങൾ ജീവിച്ചിരുന്നത് കൊണ്ട് അതിന്റെ ശരീരമൊക്കെ ആകെ ഡീഗ്രേഡ് ആയി പോയി. ബുദ്ധിയോ ബോധമോ ഒന്നും ശരിക്കും ഉണ്ടാവില്ല. ഇവിടെ കടക്കുന്നവരെ പിടിച്ചുകൊണ്ടുവരും, അവരെ കൊല്ലും, എന്നിട്ട് ഇഷ്ടമുള്ളത് ചെയ്യും. ചിലപ്പോൾ മമ്മിയാക്കി മാറ്റും, ചിലപ്പോൾ തിന്നുമായിരിക്കും, നമുക്കറിയില്ല. ഹെക്ക പ്രീസ്റ്റ് അവിടെ ഇരുന്ന ഒരു ആയുധം എടുത്ത് ഹാരോയുടെ ആളെ കൊന്നുകളയുവാണ്. എന്നിട്ട് അയാളുടെ വയറ് കീറി അയാളുടെ അവയവങ്ങൾ പുറത്തെടുത്ത് അത് അവിടെയുള്ള ജാറിൽ അടച്ചു വെക്കാൻ തുടങ്ങി. ഇതുകൊണ്ടാണ് നേരത്തെ ആ ജാർ കണ്ടപ്പോൾ അതിൽ രക്തം കണ്ടിരുന്നത്. ഈ കല്ലിൽ രക്തം കാണാൻ കാരണം ഇതിനു മുന്നും ഏതോ ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇവിടേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ഈജിപ്ഷ്യൻ ആയുധവും കുറച്ച് ബ്ലഡും കണ്ടല്ലോ. അപ്പൊ ഇയാൾക്ക് മുന്നേ ഹെക്ക പ്രീസ്റ്റ് പിടിച്ച ആളായിരിക്കും അത്. അയാളുടെ ബ്ലഡ് ആയിരിക്കും അവിടെ കണ്ടത്. നേരത്തെ സ്റ്റീവനും ലൈലും ആ കല്ലിൽ കണ്ടതും മുന്നിൽ പിടിച്ച ആളുടെ ബ്ലഡ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എപ്പിസോഡ് 1 സ്റ്റീവൻ ഒരു കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് ഒരു ആയുധം വെച്ച് മനുഷ്യരുടെ ഉള്ള അവയവങ്ങളൊക്കെ പുറത്തെടുക്കും. അങ്ങനെ ഓർഗൻസ് ഒക്കെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടാണ് അവരെ മമ്മിയാക്കി മാറ്റുക. അപ്പോൾ അത് തന്നെയാണ് ഹെക്ക പ്രീസ്റ്റ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങോട്ട് കടക്കാൻ നോക്കുന്ന ആരെങ്കിലും കൈ കിട്ടിയ അവരെ പിടിച്ച അവയവങ്ങൾ പുറത്തെടുത്ത് ജാറിൽ അടച്ചു വെച്ച് ആ മനുഷ്യരെ മമ്മിയാക്കി മാറ്റി ഇവിടെ വയ്ക്കും. അവരെ ആരാധിക്കുന്ന ദൈവമായിട്ടുള്ള ഹെക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു ബലി കൊടുക്കലും കൂടിയാണിത്. ഇവർ കാലാകാലങ്ങളായി മരിക്കാതിരിക്കുന്നതിന് അതും ഒരു കാരണമാണ്. സ്റ്റീവൻ അതൊക്കെ കണ്ടിട്ട് എന്തോ പോലെയായി. ലൈല അവിടെ പേടിച്ചിരിക്കുവാണ്. അവള് മാറിയ സമയത്ത് കൈ തട്ടി ഒരു ജാർ മറിഞ്ഞു വീണു. ഇത് ഹെക്ക പ്രീസ്റ്റ് കാണുവാണ്. അയാൾ അതെന്താന്ന് നോക്കാൻ പോകുമ്പോഴേക്കും സ്റ്റീവൻ അറിയാതെ അവൻ ചവിട്ടിയപ്പോ ഒരു ശബ്ദം ഉണ്ടായി. ഹെക്ക പ്രീസ്റ്റ് നേരെ തട്ടുംപുറത്തിന്റെ അടിയിലേക്ക് ചാടിക്കയറി. എന്നിട്ട് സ്പൈഡർമാനെ പോലെ ഇങ്ങനെ പിടിച്ച് കയറാൻ തുടങ്ങി. ഇത് കണ്ട് സ്റ്റീവൻ നിന്ന് അലറുവാണ്. അവന് പേടിയായിട്ട് പാടില്ല. അവൻ ബുക്കി വായിച്ച ഹെക്ക പ്രീസ്റ്റും ഈജിപ്ഷ്യൻ ചരിത്രവും ഒക്കെ സത്യമാണല്ലോ എന്ന് ഓർക്കുമ്പോഴായിരിക്കും അവൻ ഇത്ര പേടി തോന്നുന്നത്. എന്നാൽ ഈ സമയത്ത് സ്റ്റീവൻ ലൈലയോട് ഓടിക്കോളം പറയുവാണ്, ഞാൻ നിന്നെ പിന്നാലെ വന്ന് കണ്ടുപിടിച്ചോളാം പറയുന്നു. പക്ഷെ ലൈല ഓടിയ സമയത്ത് അവളെ പിടിക്കാൻ വേണ്ടി ഹെക്ക പ്രീസ്റ്റ് താഴേക്ക് ചാടി. സ്റ്റീവൻ ആ നേരത്ത് തോന്നിയ ഒരു കാര്യം അവൻ അങ്ങോട്ട് ചെയ്യുവാണ്. അവിടെ കണ്ട ആ ടേബിൾ നേരെ അവൻ ഹെക്ക പ്രീസ്റ്റിന് മേലേക്ക് വലിച്ചിടുവാണ്. അത് ചത്തോ ഇല്ലയോ എന്നറിയില്ല, എന്തായാലും അത് പനങ്ങുന്നില്ല. സ്റ്റീവന് സമാധാനമായി. അവൻ എന്തായാലും തട്ടുംപുറത്തിന്റെ മോളിൽ കൂടെയുള്ള ഏതോ വഴി കൂടെ പോകാൻ തുടങ്ങി. അവിടെ വേറെയും ആളുകളെ ഹെക്ക പ്രീസ്റ്റ് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ലൈല അങ്ങനെ ഓടി ഒരു വലിയ കുഴിയുടെ അറ്റത്തേക്ക് എത്തുവാണ്. ഒരു വലിയ ഗർത്തം, അതിനെത്ര താഴ്ചയുണ്ടെന്ന് പോലും അറിയില്ല. അവളുടെ കയ്യിലുള്ള ഒരു ഫ്ലെയർ എടുത്ത് കത്തിച്ച് നേരെ താഴേക്കിട്ട് നോക്കി. അപ്പോഴാണെങ്കിൽ അതിന്റെ അറ്റം പോലും കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് താഴ്ചയുണ്ട് ഗർത്തത്തിന്. ലൈല വീണ്ടും ആരുടെയോ കാലൊച്ച കേൾക്കുന്നു. എന്തായാലും അത് സ്റ്റീവൻ അല്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്തായാലും ഈ ഗർത്തത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് കടന്നു പറ്റും. ലൈല ധൈര്യം സംഭരിച്ച് അതിന്റെ ചെറിയ വക്ക് പോലെയുള്ള ഭാഗത്തുകൂടെ ഇങ്ങനെ നടന്നു പോകാൻ തുടങ്ങി. കാലം ഒന്ന് തെറ്റിയാൽ താഴേക്ക് നേരെ പോകും. അവൾ അങ്ങനെ ശ്രദ്ധിച്ച് നടക്കുമ്പോഴാണ് നമ്മൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അവളുടെ പിന്നാലെ ഹെക്ക പ്രീസ്റ്റ് ഉണ്ട്. ഇത് നേരത്തെ കണ്ട ഹെക്ക പ്രീസ്റ്റ് തന്നെയാണോ അതോ പുതിയ ഹെക്ക പ്രീസ്റ്റ് ആണോ എന്ന് അറിയില്ല. അവളെ പിടിക്കാൻ വേണ്ടി ഇടയിൽ കൂടെ ഒരു കൈ വരുന്നുണ്ട്. ഇത് കണ്ട് ലൈല പേടിച്ച് മാറുവാണ്. പക്ഷെ അവൾക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറച്ചു നേരത്തേക്ക് അതിന്റെ അനക്കമൊന്നും കേട്ടില്ല. ലൈല രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഹെക്ക പ്രീസ്റ്റ് വന്ന് അവളെ പിന്നിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. ആ സാധനമായിട്ടുള്ള മൽപ്പിടുത്തത്തിന്റെ ഇടയ്ക്ക് ഹെക്ക പ്രീസ്റ്റിന്റെ കൈ ഊരി ലൈലയുടെ കയ്യിലിരിക്കുവാണ്. എന്നിട്ട് ഹെക്ക പ്രീസ്റ്റ് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അത് ലൈലയുടെ കഴുത്തിന് പിടിച്ച് മുറിഞ്ഞു പോയ കൈയുടെ എല്ല് വെച്ച് ലൈലയെ കൊല്ലാൻ ശ്രമിക്കുവാണ്. ലൈല പലവട്ടം ഒഴിഞ്ഞു മാറി. എനിക്ക് തോന്നുന്നത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഇവിടെ തന്നെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കും ശരീരമൊക്കെ ആകെ ഇങ്ങനെ ദ്രവിച്ചു പോയത്. ലൈല പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള ഒരു ഫ്ലെയർ എടുത്ത് കത്തിച്ച് അത് ഹെക്ക പ്രീസ്റ്റിന്റെ കണ്ണിൽ കുത്തിവെക്കുവാണ്. പെട്ടെന്ന് തീയും പുകയൊക്കെ കണ്ണിലേക്ക് വന്നതോടെ ഹെക്ക പ്രീസ്റ്റിന്റെ കൺട്രോൾ പോയി. അവൾ നേരെ ഹെക്ക പ്രീസ്റ്റിനെ
ഈജിപ്ഷ്യനെടുത്ത് താഴേക്ക് ഇടുവാണ്. അത് ആ ഗർത്തത്തിന്റെ അഗാധമായ താഴ്ചയിലേക്ക് വീണു പോയെങ്കിലും ലൈലയ്ക്ക് അവിടെ ഭാഗ്യത്തിന് പിടുത്തം കിട്ടി. അത് എല്ലാ സിനിമയിലും സീരീസിലും കാണുന്ന പോലെ ലൈല മുകളിലേക്ക് കയറി വരുവാണ്. അവൾക്ക് എന്തോ ഭയങ്കരമായിട്ട് വിഷമവും ദേഷ്യവും ഒക്കെ തോന്നി. കാരണം തല നാലഴിക്കാണ് അവൾ രക്ഷപ്പെട്ടത്. എന്തായാലും ഇപ്പൊ അവൾ ഗർത്തത്തിന്റെ ഈ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പുറത്തെ അറ്റത്ത് ഒരാൾ വന്ന് സംസാരിക്കാൻ തുടങ്ങി. അത് ഹാരോ ആയിരുന്നു. അയാളും ആളുകൾ ഇവിടെ തന്നെയുണ്ട്. അയാൾ സ്കാരബ് നോക്കി പോകുന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് അങ്ങനെ എല്ലാവർക്കും എത്താൻ പറ്റാത്തതുപോലെയാണ് ഈ ശവകുടീരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹാരോയ്ക്കും ആളുകൾക്കും ഇങ്ങോട്ട് നേരത്തെ കടന്നിട്ട് പോലും അമിത്തിന് ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത്. ലൈല അബ്ദുള്ള അൽ ഫോളി നിയ ഹെക്ക പ്രിസ്റ്റിനെ വളരെ മനോഹരമായിട്ട് നേരിട്ടു. എനിക്ക് തന്റെ അംഗീകാരമൊന്നും ആവശ്യമില്ല, വേണ്ടി വന്നാൽ ഞാൻ ഇനിയും ഫൈറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ് ലൈല പോകാൻ പോകുമ്പോഴാണ് ഹാരോ അവളെ മൈ ലിറ്റിൽ സ്കാരബ് എന്ന് വിളിക്കുന്നത്. അത് കേട്ട് ലൈല തിരിച്ചു വരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ലൈലയുടെ അച്ഛൻ മാത്രമാണ് അവളെ മൈ ലിറ്റിൽ സ്കാരബ് എന്ന് വിളിക്കാറുള്ളത്. അതായത് ഹാരോ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ലൈലയുടെ അച്ഛനെ പറ്റിയും അയാളുടെ മരണത്തിനെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ഹാരോയ്ക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. അതൊക്കെ അറിയണമെന്ന് ലൈലയ്ക്കും ആഗ്രഹമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്കാരബ് എന്ന് പറഞ്ഞ ഒരിനം വണ്ടാണ്. അപ്പം മൈ ലിറ്റിൽ സ്കാരബ് എന്ന് പറഞ്ഞാൽ എന്റെ ചെറു വണ്ടേ എന്നായിരിക്കില്ല. എന്നാലും അച്ഛൻ ലൈലയെ അങ്ങനെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. അവർ ഈജിപ്ഷ്യൻ പുരാണത്തിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നല്ലോ. ഈജിപ്ഷ്യൻ പുരാണത്തിൽ ഉയർത്തെഴുന്നേപ്പിന്റെ ഒക്കെ പ്രതീകമാണ് ഈ പറയുന്ന സ്കാരബ്. മാത്രമല്ല അമിത്തിന്റെ കല്ലറയിലേക്ക് വഴി കാണിക്കുന്നതും ഒരു ഗോൾഡൻ സ്കാരബാണ്. അപ്പൊ സ്കാരബിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ലൈലയുടെ അച്ഛൻ അവളെ മൈ ലിറ്റിൽ സ്കാരബ് എന്ന് വിളിക്കുന്നത്. എന്തായാലും നമ്മുടെ സ്കോട്ട്ലാൻഡ് മോളെ എന്റെ കപ്പലണ്ടി മൈ പീനട്ട് എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതും കുഴപ്പമില്ല. നിന്റെ അച്ഛൻ അബ്ദുള്ള അൽ ഫോളിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? എനിക്കറിയാം, അദ്ദേഹം നല്ലൊരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് ഒരുപാട് സന്തോഷമുണ്ടാവും. ഈജിപ്ഷ്യൻ ദൈവങ്ങളിൽ നിന്റെ അച്ഛൻ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മോളായിട്ടുള്ള നീ തന്നെ അത് സത്യമാണെന്ന് കണ്ടുപിടിച്ചിരിക്കുവാണ്. ഈജിപ്ഷ്യൻ ദൈവങ്ങൾ നമ്മൾക്കിടയിൽ നടക്കുന്നു, നമ്മളുടെ കൂടെ തന്നെ അവരുണ്ട്. അതൊരു സത്യമാണ്. എന്റെ കയ്യിലിരിക്കുന്ന അമിത്തിന്റെ ഈ മാന്ത്രിക വടി ഉപയോഗിച്ച് എനിക്ക് ആളുകളുടെ നന്മയും തിന്മയും ജഡ്ജ് ചെയ്യാൻ സാധിക്കും. ഒരിക്കൽ നിന്റെ ഭർത്താവായിട്ടുള്ള മാർക്കിന്റെ മേലും ഞാനിത് പരീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്കവനെ ജഡ്ജ് ചെയ്യാൻ സാധിച്ചില്ല. ആ ത്രാസുകൾ ഒരിക്കലും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവന്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്ത വിഷമവും കുറ്റബോധവുമുണ്ട്. അവൻ ഒരുപാട് വേദനയിലാണ് അവന്റെ സ്വന്തം ചിന്തകൾ കാരണം. നിന്റെ അച്ഛനെ പറ്റിയുള്ള സത്യങ്ങൾ അവൻ ഇപ്പോഴും നിന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കേട്ട് ലൈല ആകെ കരയാറായി. ഞാൻ പറഞ്ഞതുപോലെ അവളുടെ അച്ഛൻ മരിച്ചതിൽ അവൾ എപ്പോഴും വിഷമത്തിൽ തന്നെയാണ്. എന്നാൽ നിങ്ങൾ പറ, നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാമെന്നല്ലേ പറയുന്നത്? ഇനി എന്തിനാ സമയം കളയുന്നത്? എന്റെ അച്ഛൻ എന്താ സംഭവിച്ചെന്ന് പറ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അത് നിനക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തിനാണ് മാർക്കിന് ഇത്ര കുറ്റബോധം? എന്തിനാണ് അവൻ ഇത്ര വേദനിക്കുന്നത്? അവൻ തെറ്റ് ചെയ്തു കാണും. നിന്റെ അച്ഛനും കൂടെയുള്ള ആർക്കിയോളജിസ്റ്റുകളെയും മെഴ്സണറീസ് ആണ് കൊന്നുകളഞ്ഞത്. ഒരു കൂട്ടം വാടക കൊലയാളികൾ. അതാരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ മാർക്കിനും അതിൽ പങ്കുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിപ്പോ നീ തന്നെ പറഞ്ഞില്ലേ. നിനക്കെന്താ തോന്നുന്നത്? അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും മാർക്കിന് നന്നായിട്ട് ഓർമ്മയുണ്ട്. അവൻ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും അതിന്റെ അർത്ഥം? അന്ന് അവിടെ മരിച്ചു കിടന്നതിൽ ഒരാൾ അയാളുടെ മകൾ വളരെ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുത്തൊരു തൂവാല അയാളുടെ കഴുത്തിൽ കെട്ടിയിരുന്നു. അയാളാണ് നിന്റെ അച്ഛൻ അബ്ദുള്ള അൽ ഫോളി. നിനക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു ലൈല. സത്യം അറിയാൻ നീ അറിയിക്കുന്നു. മതി, ഇനി എന്നോടൊന്നും പറയണ്ട. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. അതെ ലൈല, അത് തന്നെയാണ് എന്റെയും ആഗ്രഹം. നിന്റെ അച്ഛനെ പറ്റിയുള്ള സത്യങ്ങൾ നീ അറിയണം. അത് മാർക്കിനല്ലാതെ ആർക്കും നിന്നോട് പറയാനും സാധിക്കില്ല. ഇനിയെങ്കിലും അവനെ വിശ്വസിക്കുന്നത് നിർത്ത്. ഹാരോ ഇങ്ങനെ പറയുമ്പോഴേക്കും ലൈല അവിടെ നിന്ന് കരഞ്ഞിട്ട് പോവാണ്. ഇപ്പൊ തീർച്ചയായിട്ടും അവൾക്ക് മാർക്കിന് നല്ല സംശയം ഉണ്ടാവും. ഈ സമയത്ത് ഹാരോയുടെ ഒരാൾ വന്നിട്ട് വേറൊരു വഴി കിട്ടിയിട്ടുണ്ടെന്ന് പറയുവാണ്. എന്തായാലും അവരുടെ കയ്യിൽ ഗോൾഡൻ സ്കാരബ് ഉണ്ടല്ലോ, അവരത് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാരോ ലൈലയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ലൈലയും മാർക്കിനെയും തമ്മിലടിപ്പിക്കാൻ തന്നെയായിരിക്കും. അവർ ഫൈറ്റ് ചെയ്ത് സമയം കളയുവാണെങ്കിൽ ഹാരോയ്ക്ക് അവർക്ക് മുന്നേ അമിത്തിനെ കണ്ടെത്താൻ സാധിക്കും. ഇതായിരിക്കും അയാളുടെ പ്ലാൻ. ഇയാളല്ലെങ്കിലും ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര സൂപ്പറാണ്. MCUയിലെ ഒരു മികച്ച കൺവിൻസിംഗ് സ്റ്റാർ ആണ് മിസ്റ്റർ ആർതർ ഹാരോ. ഈ സമയത്ത് നമ്മുടെ മാർക്കാണെങ്കിൽ പതുക്കെ നടന്ന് അവസാനമായ രാജാവിന്റെ അല്ലെങ്കിൽ ഫറവോയുടെ ശവക്കല്ലറയിലേക്ക് എത്തി. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അമിത്തിന്റെ ഉഷാബ്ദി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവൻ മുന്നോട്ട് നടക്കുന്തോറും കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള പല പ്രതിമകളും കാര്യങ്ങളും ഒക്കെ സ്റ്റീവന് കാണാൻ പറ്റുന്നുണ്ട്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഈ സമയത്ത് മാർക്ക് വെള്ളത്തിലെ റിഫ്ലക്ഷനെ കൂടെ സംസാരിക്കാൻ തുടങ്ങി. സ്റ്റീവൻ, നീ അവളെ കിസ് ചെയ്തല്ലേ? അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു. അതിനല്ലേ നീ എന്റെ മൂക്കാമണ്ടടിച്ച് പൊളിച്ചത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? എന്നെ ഇവിടുത്തെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പോകണം. ഇത് നിന്റെയും കൂടി ബോഡിയാണെന്നുള്ള കാര്യം മറക്കണ്ട. ബോഡി എന്റെയാ, പക്ഷെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബോഡി ഇതാ. അതും കൂടി ഓർത്തിട്ട് വേണം എന്നെ ഇടിക്കാൻ. കുഴപ്പമില്ല സ്റ്റീവൻ. എന്നാലും നീ അവളോട് ഞാൻ എന്തിനാ അവളെ അകറ്റി നിർത്തിയതെന്ന് പറഞ്ഞല്ലോ. ആ സത്യം അവൾ അറിഞ്ഞത് നന്നായി. അതിന് നീയാണ് കാരണം. നീ സത്യം പറഞ്ഞതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, തനിക്കിപ്പോ ഈ ബോഡി വേണമായിരിക്കും. അതൊന്നും ഞാൻ തരാൻ പോകുന്നില്ല. എന്നെ എത്ര സോപ്പിട്ടാലും കാര്യമില്ല. നേരത്തെ ഇടിയുടെ തന്നെ എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റീവൻ ചെല്ലുമ്പോൾ അവൻ ആ ശവക്കല്ലർ കാണുവാണ്. അതില് മാസഡോണിയൻ ലിപിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഈജിപ്ഷ്യൻ രാജാവായിരിക്കുമെന്നാണ് സ്റ്റീവൻ വിചാരിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഈ മാസഡോണിയൻ ലിപി? മാസഡോണിയയിലുള്ള ആൾ ഈജിപ്തിലെത്തി അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ ഫറവോ ആയി മാറി. ഈജിപ്തിലെ ഫറവോ ആയതുകൊണ്ടാണ് ഇങ്ങനെ സാക്രിഫൈസസിൽ അടച്ചു വെച്ചിരിക്കുന്നത്. സ്റ്റീവന്റെ അറിവിൽ അങ്ങനെ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. മാസഡോണിയയിൽ ജനിച്ച് അവിടുത്തെ രാജാവായി മാറി പിന്നീട് ലോകരാജ്യങ്ങൾ ഓരോന്നായിട്ട് കീഴടക്കി മുന്നേറി അവസാനം ഈജിപ്തിലെത്തി അവിടുത്തെ ഫറവോ ആയി മാറിയ മഹാനായ അലക്സാണ്ടർ എന്ന് പറയുന്ന രാജാവ്, അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ഈ പേര് നിങ്ങൾ കുറെ
കേട്ടിട്ടുണ്ടാവും. ചരിത്രം അനുസരിച്ച് അലക്സാണ്ടർ എന്ന് പറയുന്ന രാജാവിന്റെ ഡെഡ് ബോഡി ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലതുവരെ. അദ്ദേഹത്തിന്റെ ശവക്കല്ലറ എവിടെ പോയെന്നുള്ളത് ഒരു വലിയ ചോദ്യമായിരുന്നു. അതാണ് ഇപ്പൊ സ്റ്റീവൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ ശവക്കല്ലറയാണ് ഇരിക്കുന്നത്. സ്റ്റീവൻ ഞെട്ടിപ്പോയി. അതായത് അമിത്തിന്റെ അവസാനത്തെ അവതാരം അലക്സാണ്ടർ എന്ന് പറയുന്ന ഈ രാജാവായിരുന്നു. എന്തായാലും ഇങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് അമിത്തിന്റെ ഉഷാബ്ദി ഈ ശവക്കല്ലറയുള്ളിൽ നിന്ന് കണ്ടുപിടിക്കണം. ശവക്കല്ലറയുടെ മൂടി തുറക്കാൻ സ്റ്റീവന് നല്ല പേടിയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കാണാതെയായ ഈ ശവക്കല്ലറ ഇപ്പൊ തന്റെ മുന്നിലിരിക്കുവാണ്. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ ശവമാണ്. ഇത്രയും കാലം കഴിഞ്ഞ് അത് കാണാൻ എങ്ങനെയായിരിക്കും? ഇനി ഒരു പക്ഷെ തുറക്കുമ്പോൾ അത് ജീവനോടെയോ മറ്റോ എണീറ്റ് വരുമോ? എന്താണ് ഉള്ളിൽ കാണാൻ പോകുന്ന കാഴ്ച? ഇതൊക്കെയാണ് സ്റ്റീവന്റെ പേടി. ഒരുപക്ഷെ വേറെയും ചില പേടികൾ ഉണ്ടാവും. ചില കെട്ടുകഥകളുണ്ട്. ഒരു കൂട്ടം ആർക്കിയോളജിസ്റ്റുകൾ ഇങ്ങനെ പഴയ ശവക്കല്ലറയൊക്കെ കണ്ടുപിടിച്ച് തുറന്നു കഴിഞ്ഞിട്ട് ആ തുറന്നവർക്ക് ഒരു ശാപം പോലെ കിട്ടുന്നു. ആ ശാപം കാരണം അവർ ഓരോരുത്തരായിട്ട് പല സാഹചര്യങ്ങളിൽ കൂടെ മരിക്കാൻ തുടങ്ങി. ഇത് നമ്മളെ റിയൽ ലൈഫിലുള്ള ഒരു കെട്ടുകഥയാണ്. അപ്പൊ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ ആലോചിച്ചിട്ടും കൂടി സ്റ്റീവന് പേടിയുണ്ടാവും. എന്നാലും മാർക്ക് സ്റ്റീവനോട് സമയം കളയാതെ തുറക്കാൻ പറയുവാണ്. അല്ലെങ്കിൽ ഹാരോ ഒന്ന് അയാൾ ആദ്യം അമിത്തിനെ കണ്ടുപിടിക്കും. എന്തായാലും സ്റ്റീവൻ പേടിയോടെയാണെങ്കിലും സാക്രിഫൈസിന്റെ മൂടി തുറക്കുവാണ്. അവിടുത്തെ അലക്സാണ്ടർ രാജാവിനെ മമ്മിയാക്കി വെച്ചിരിക്കുന്നു. മരുന്ന് തേച്ച് തുണി കൊണ്ടൊക്കെ കെട്ടി പൊതിഞ്ഞ് നല്ല സ്റ്റൈലായിട്ട് അങ്ങനെ വെച്ചിരിക്കുവാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇദ്ദേഹത്തിന്റെ നെഞ്ചിലായിട്ട് ഒരു ഗോൾഡൻ സ്കാരാബിന്റെ രൂപം ഇരിക്കുന്നുണ്ട്. ഈ ഗോൾഡൻ സ്കാരാബിന്റെ രൂപം ഈ കല്ലറയിൽ ഉള്ളത് കൊണ്ടായിരിക്കും ഹാരോയുടെ കയ്യിലുള്ള ഗോൾഡൻ സ്കാരാബ് ഇങ്ങോട്ട് വഴി കാട്ടുന്നത്. ഈ രണ്ട് സ്കാരബും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ ഒരു ആയുധവും അയാളുടെ കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാം, ഇങ്ങനെ ഫറോകളെയൊക്കെ ശവക്കല്ലറയിലും ശവകുടീരത്തിലും ഒക്കെ ആക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ അവരുടെ കൂടെ തന്നെ മറവ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ആയുധം ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ചു. പക്ഷെ അവർക്ക് ഇതൊന്നും അല്ലല്ലോ വേണ്ടത്. അവർക്ക് വേണ്ടത് അമിത്തിന്റെ ഉഷാബ്ദിയാണ്. അതിപ്പോ കാണാനില്ല. സ്റ്റീവൻ ആലോചിച്ച് നോക്കി. എന്തായാലും ഒരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത പോലെ നല്ല ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇങ്ങോട്ടുള്ള വഴി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ കടമ്പയൊക്കെ കടന്നാണ് അവരിവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഉഷാബ്ദി വെറുതെ എവിടെയെങ്കിലും അങ്ങോട്ട് വെക്കില്ല. ഏതൊരു പ്രത്യേക സ്ഥലത്തായിരിക്കും അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത പോലെയുള്ള ഒരു സ്ഥലത്ത് സ്റ്റീവൻ വീണ്ടും അവന്റെ ബുദ്ധി ഉപയോഗിക്കുകയാണ്. ഐ ഓഫ് ഹോർസ് എന്ന് പറയുന്ന ആ രൂപത്തിലെ നാക്കിന്റെ ഭാഗത്തൂടെയാണ് സ്റ്റീവൻ ഇങ്ങോട്ട് എത്തിയത്. അത് അവർ കണ്ടുപിടിക്കാൻ കാരണം അമിത്തിന്റെ അവതാരമായിട്ടുള്ള ഈ ഫറവോ അല്ലെങ്കിൽ ഈ കിടക്കുന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റ് അമിത്തിന്റെ ശബ്ദമായിരുന്നു എന്നുള്ള ചിന്തയിൽ കൂടെയാണ്. സ്റ്റീവൻ വീണ്ടും ആലോചിച്ച് നോക്കി. ശബ്ദം ഇവിടുന്ന് വരുന്നത് തൊണ്ടയിൽ നിന്ന്. അപ്പൊ അമിത്തിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ തൊണ്ടയുടെ ഉള്ളിലാണെങ്കിലോ? സ്റ്റീവൻ അങ്ങനെ ഊഹിക്കുവാണ്. പക്ഷേ ഈ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ശവത്തിന്റെ തൊണ്ടയിലേക്കൊക്കെ എങ്ങനെ കൈയിടും? മാർക്ക് വീണ്ടും സ്റ്റീവനെ മോട്ടിവേറ്റ് ചെയ്യുവാണ്. നീ അത് ചെയ്തേ പറ്റൂന്ന് പറയുന്നു. സ്റ്റീവൻ വളരെ അറപ്പോടെയും പേടിയോടെയും കണ്ണൊക്കെ അടച്ചു പിടിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പതുക്കെ ആ തുണിയൊക്കെ എടുത്ത് മുഖത്ത് നിന്ന് മാറ്റി. വളരെ പേടിപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ പറ്റുന്നത്. സാധാരണ രീതിയിൽ ഒരു മനുഷ്യന്റെ ശവം വെക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് അസ്ഥികൂടമായി പോകും. പക്ഷെ ഈ മമ്മിയാക്കി മാറ്റുന്ന പ്രോസസ്സിൽ കുറെ മരുന്നുകളൊക്കെ തേച്ചിട്ടാണ് ഈ തുണിയൊക്കെ ചുറ്റി വെക്കുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് അസ്ഥികൂടമായിട്ട് മാറിയിട്ടില്ല. അതും 2000 വർഷവും മറ്റോ ആയെന്ന് ഓർക്കണം. സ്റ്റീവന് വേറെ വഴിയൊന്നുമില്ല. അവൻ അലക്സാണ്ടർ ദി ഗ്രേറ്റ് രാജാവിനോട് മാപ്പ് പറഞ്ഞ് പതുക്കെ അയാളുടെ താടി പിടിച്ച് താഴ്ത്തുവാണ്. അത് ഒടിഞ്ഞുപോയി. എന്നോട് ക്ഷമിച്ചേക്കണേ രാജാവ് എന്ന് പറഞ്ഞ് സ്റ്റീവൻ അതിന്റെ തൊണ്ടയിലേക്ക് കൈയിടുവാണ്. അവന് ഭയങ്കര അറപ്പ് തോന്നുന്നുണ്ട്. എന്നാൽ അവൻ അത് ചെയ്തു. പക്ഷെ സ്റ്റീവന്റെ ബുദ്ധി തെളിഞ്ഞ കാര്യം ശരിയായിരുന്നു. അമിത്തിന്റെ ഉഷാബ്ദി ആ തൊണ്ടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ മാർക്ക് സ്റ്റീവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റീവൻ നിന്നെ കൊണ്ട് പറ്റും, ജസ്റ്റ് ആ തൊണ്ടയിലേക്ക് കൈ കടത്തി അതൊന്ന് എടുത്താൽ മതി എന്നൊക്കെ മാർക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം സ്റ്റീവൻ ആ ഉഷാബ്ദി കയ്യിലേക്ക് എടുക്കുവാണ്. അവന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ ഊഹിച്ച കാര്യങ്ങളൊക്കെ ശരിയായി മാറിയെന്ന്. ഇതാണ് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന അമിത്തിനെ അടച്ചു വെച്ചിരിക്കുന്ന കല്ല്, അമിത്തിന്റെ ഉഷാബ്ദി. ഇതുപോലൊരു കല്ലിലാണ് നമ്മുടെ ഖോൻഷ്യൂനെ അടച്ചു വെച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ലൈല അങ്ങോട്ട് വരുന്നത്. സ്റ്റീവൻ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ലൈല, അവസാനം നമ്മൾ തേടി വന്ന സാധനം കിട്ടി. ദേ ഇതിലാണ് അമിത്തിനെ അടച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ ഹാരോയ്ക്ക് മുന്നേ നമ്മളിത് കണ്ടുപിടിച്ചു. നിനക്കൊരു കാര്യം അറിയോ? ഈ കിടക്കുന്നത് അലക്സാണ്ടർ രാജാവിന്റെ കല്ലറയാ. അങ്ങയുടെ ശവം ഇതിന്റെ ഉള്ളിലുണ്ട്. എന്താ അല്ലേ? പക്ഷെ സ്റ്റീവൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ലൈലയ്ക്ക് ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. അവൾ എന്തോ ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. എന്ത് പറ്റി ലൈല? എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താ ബേബി, കാര്യം പറ. ഐ ആം സോറി സ്റ്റീവൻ, എനിക്ക് സംസാരിക്കേണ്ടത് നിന്നോടല്ല അവനോടാ. ആരോട്? അലക്സാണ്ടറിനോടോ? അങ്ങേരൊക്കെ മരിച്ച് ശവമായി കിടക്കുക. അങ്ങേരോട് എങ്ങനെ സംസാരിക്കാനാ? പോരാത്തതിന് ഞാൻ അങ്ങയുടെ താടിയും പിടിച്ച് ഒടിച്ചു കളഞ്ഞു. പാവന രാജാവ്. അല്ല സ്റ്റീവൻ, എനിക്ക് മാർക്കിനോട് സംസാരിക്കണ്ടേ? എന്റെ അച്ഛൻ എന്താ പറ്റിയത്? മാർക്ക്, ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഇപ്പൊ നീ പുറത്തു വന്നേ പറ്റൂ. മാർക്കിനെ പുറത്തു വിട് സ്റ്റീവൻ, പ്ലീസ്. ഈ സമയത്ത് സ്റ്റീവൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ലൈലയുടെ അച്ഛനെ പറ്റിയോ അയാൾക്ക് എന്ത് സംഭവിച്ചതിനെ പറ്റിയോ ഒന്നും സ്റ്റീവൻ അറിയില്ലല്ലോ. അവന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല. ഇത് മാർക്കിന് മാത്രമേ പറയാൻ പറ്റൂ. മാർക്കിന് ഇപ്പൊ പുറത്തു വേണമെന്ന് ആഗ്രഹമുണ്ട്. ലൈലയുടെ ആഗ്രഹം മാർക്ക് ഇപ്പൊ പുറത്തു വേണമെന്നാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീവൻ കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കുവാണ്. അതായത് ബോഡിയുടെ കൺട്രോൾ മാർക്കിന് കിട്ടുന്നു. ലൈല, കമോൺ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ ഹാരോ ആളുകൾ ഇങ്ങോട്ട് വരും. ഇല്ല മാർക്ക്, നീ സത്യം എന്നോട് പറയാതെ ഞാൻ ഇനി വരുന്നില്ല. എന്ത് സംഭവിച്ചാലും ശരി പറ, എന്റെ അച്ഛൻ എന്താ പറ്റിയത്? ലൈല പ്ലീസ്, ഇതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഞാൻ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാമെല്ലാം. ഇപ്പൊ നമ്മൾ പോയില്ലെങ്കിൽ പ്രശ്നമാവും. ഞാൻ സത്യമായിട്ട് നിന്നോട് എല്ലാം പറയാം. നോ മാർക്ക്, എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി. നീ എന്റെ അച്ഛൻ അബ്ദുള്ള എൽ ഫോളിയെ കൊന്നോ? ലൈല ഒരിക്കലും ഇല്ല. ഞാൻ എന്തിനാ നിന്റെ അച്ഛനെ കൊല്ലുന്നത്? എങ്കിൽ പിന്നെ ആരാ കൊന്നത്? നീ ആ രാത്രി അവിടെ ഉണ്ടായിരുന്നില്ലേ? നീ എന്റെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ലൈല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ മാർക്ക്, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. നീ ഇത്രയും നാൾ ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാ പറ, എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? ആരാ എന്റെ അച്ഛനെ കൊന്ന്? ലൈല പ്ലീസ്, ഞാൻ പറയാം. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ
എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു അവൻ. നിന്റെ അച്ഛനും കൂടെയുള്ള ആർക്കിയോളജിസ്റ്റുകളും ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ കണ്ടെത്തി അതൊറ്റയ്ക്ക് നേടണമെന്നായിരുന്നു എന്റെ ആ കൂട്ടുകാരന്റെ ആഗ്രഹം. അതിനുവേണ്ടി അവൻ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. നിന്റെ അച്ഛനെ കൊല്ലുന്ന സമയത്ത് തടയാൻ ഞാൻ നോക്കി, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. അത് നിന്റെ കൂട്ടുകാരനായിരുന്നു മാർക്ക്. നീയാണ് അവൻ എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. അവൻ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്, ശരിയല്ലേ? പക്ഷെ അവൻ അങ്ങനെ ചെയ്യുന്ന എനിക്ക് അറിയില്ലായിരുന്നു ലൈല, എനിക്കറിയില്ലായിരുന്നു. അത് മാത്രമല്ല, അത് തടയാൻ ശ്രമിച്ചപ്പോൾ അവൻ എന്നെയും ഷൂട്ട് ചെയ്തു. അന്ന് ഞാൻ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ മരിച്ചില്ല. അതിന് കോൺഷു ആണ് കാരണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോട് ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ എന്നോട് ക്ഷമിക്ക്. ലൈല പെട്ടെന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നു മാർക്ക്, ഒരുപാട് വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് എന്റെ അച്ഛൻ മരിച്ചതിൽ നിനക്കും പങ്കുണ്ടല്ലോ എന്നുള്ള കുറ്റബോധം നിനക്കുണ്ട്. അത് കാരണമാണ് നീ എന്നെ കാണാൻ വേണ്ടി വന്നത്. അതിനു വേണ്ടിയിട്ടാണ് നീ എന്നെ മീറ്റ് ചെയ്തത്. നിന്റെ കുറ്റബോധം ഇല്ലാതെയൊക്കെ അതിനു വേണ്ടിയിട്ട് നീ ഞാനുമായിട്ട് ഇഷ്ടത്തിലായതല്ലേ? എന്നെ കല്യാണം കഴിച്ചത് അതിനു വേണ്ടിയിട്ടാ? ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു മാർക്ക്? ഞാൻ എന്ത് തെറ്റ് നിന്നോട് ചെയ്തത്? നിന്റെ കുറ്റബോധം തീർക്കാനുള്ള ഒരാളാണോ ഞാൻ? ലൈല, അങ്ങനെയല്ല. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം സത്യമാണ്. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുന്നേ ഹാരോയെ ആളുകൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അവരും ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഈ സമയത്ത് ലൈല പോയി അവിടെ ഒളിക്കുവാണ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുന്നവർക്ക് അറിയാം. ലൈല അത് കണ്ടുപിടിക്കുന്നതുവരെ മാർക്ക് ഇവരെ തടഞ്ഞു നിർത്താന്ന് പറയുന്നു. മാർക്ക് നേരെ പോയി അലക്സാണ്ടറിന്റെ ശവക്കല്ലറയിലുള്ള ആ ആയുധം കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ധൈര്യമുള്ളവരോട് കയറി വരാൻ പറയുന്നു. ഈ സമയത്ത് ഒരു കൂട്ടം ആളുകൾ കയ്യിലൊക്കെ തോക്ക് പിടിച്ച് അങ്ങോട്ട് കയറി വരുവാണ്. അത് കഴിഞ്ഞ് ഹാരോയും അങ്ങോട്ട് വരും. അവന്റെ കയ്യിൽ ആകെ കൂടി ഈ ആയുധം മാത്രമേ ഉള്ളൂ. കോൺഷു ഇപ്പൊ ഇല്ല, അവന് സൂപ്പർ പവറുകളും ഇല്ല. മിസ്റ്റർ ഹാരോയുടെ കയ്യിൽ ആ സ്കാരബ് ഇരിക്കുന്നുണ്ട്. അത് വെച്ചാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അയാൾ പറയാൻ തുടങ്ങി, ഹായ് മാർക്ക് സ്പെക്ടർ, നീ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾക്കെല്ലാം സമാധാനമായിട്ട് അവസാനിപ്പിക്കാം. നിനക്കറിയോ, കോൺഷുവിനെ മറ്റു ദൈവങ്ങൾ ആ കല്ലിൽ അടച്ചു കഴിഞ്ഞ് അവനില്ലാതായി കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ഉറക്കമെഴുന്നേറ്റപ്പോ എനിക്ക് ഒരുപാട് സമാധാനം തോന്നി. എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ തോന്നി. നീയും ഇപ്പോൾ സ്വതന്ത്രനാണ്. നിന്റെ കൂടെ ഇപ്പോൾ കോൺഷു ഇല്ല. അവൻ പറയുന്നത് പോലെ നീ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതുകൊണ്ട് ഇപ്പൊ നീ ശരിയായിട്ടുള്ള തീരുമാനം എടുക്കണം. അമിത്തിന്റെ ആ ഉഷാബ്ദി അതെനിക്ക് തന്നേക്ക്. ഈ സമയത്ത് മാർക്ക് ഒന്നും പറയുന്നില്ല. അമിത്തിന്റെ ആൾക്കാർ അവന്റെ കയ്യിൽ നിന്ന് ഉഷാബ്ദി വാങ്ങാൻ വേണ്ടി വരുവാണ്. ഈ സമയത്ത് മാർക്ക് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ചത്താലും ഇത് വിട്ടുകൊടുക്കാൻ അവന് തീരുമാനമില്ല. അങ്ങനെ മുന്നിൽ വന്ന 2-3 പേരെ അവൻ വെട്ടി വീഴ്ത്തി. പക്ഷെ അപ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ കാര്യം സംഭവിക്കുന്നത്. മിസ്റ്റർ ഹാരോ അയാളുടെ കയ്യിലുള്ള തോക്കെടുത്ത് മാർക്കിനെ വെടിവെക്കുവാണ്. അതും കറക്റ്റ് ഹൃദയത്തിൽ തന്നെ. ലൈൽ ഇത് കണ്ട് ഞെട്ടിപ്പോയി. പക്ഷെ അവൾക്ക് ഇപ്പൊ ശബ്ദം ഉണ്ടാക്കാൻ പോലും പറ്റില്ല. ഹാരോയുടെ ആളുകൾ അത് മനസ്സിലാക്കും. ഹാരോ വീണ്ടും അവന്റെ ഹൃദയത്തിൽ തന്നെ ഒന്നുകൂടി വെടിവെക്കുവാണ്. മാർക്ക് നേരെ പിന്നിലെ വെള്ളത്തിലേക്ക് വീണു. ഹൃദയത്തിലാണ് വെടികൊണ്ടിരിക്കുന്നത്. അവൻ ജീവനോടെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ഹാരോ അവസാനമായിട്ട് പറയുന്നു, മാർക്ക് സ്പെക്ടർ, സ്വയം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെയും എനിക്ക് രക്ഷപ്പെടുത്താനാവില്ല. ഇത് നീ തന്നെ വരുത്തി വെച്ചതാണ്. മാർക്കിന്റെ കണ്ണുകൾ പതുക്കെ അടയാൻ തുടങ്ങി. അവന്റെ മുറിയിൽ കൂടെ ആ വെള്ളത്തിലേക്ക് രക്തം പടർന്നു. അതായത് മാർക്ക് സ്പെക്ടർ മരിച്ചോ? അതായത് സ്റ്റീവൻ ഗ്രാൻഡും മരിച്ചെന്നാണോ പറയുന്നത്? അറിയില്ല ഗൈസ്. പെട്ടെന്ന് സീൻ ചേഞ്ച് ആവുന്നു. ഒരാൾ കാട്ടിക്കൂടെ ടോർച്ചൊക്കെ അടിച്ച് വരുന്നുണ്ട്. അയാളുടെ പിന്നാലെ കുറച്ചുകൂടി പ്രായമുള്ള മറ്റൊരാളും വരുന്നു. പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് കെട്ടിത്തൂക്കിയ നിലയിൽ ഒരു അസ്ഥികൂടം വന്ന് വീഴുവാണ്. ആ ചെറിയ പയ്യൻ പേടിച്ചലറി. പക്ഷെ മെയിൻ ആള് വന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു. ഒരുപക്ഷെ നിധി തേടി വന്ന സമയത്ത് ആരോ കൊന്ന് കെട്ടിത്തൂക്കിയതായിരിക്കും ഇയാളെന്ന് അവർ ഊഹിക്കുന്നുണ്ട്. ഒരു കോമ്പസ് കൈ പിടിച്ച് ദിശ നോക്കിയാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ കോമ്പസ് നിധിയിലേക്കാണ് ദിശ കാണിക്കുന്നത്. പക്ഷെ അവിടെ അവർക്കൊരു ദൈവത്തിന്റെ പ്രതിമ കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് ആ ചെറിയ പയ്യൻ ആ മെയിൻ ആളോട് ഭയങ്കരമായിട്ട് ആരാധന കൊണ്ട് അയാളുടെ പേര് ചോദിക്കുന്നു. അപ്പോഴാണ് അയാൾ പേര് പറയുന്നത്. സ്റ്റീവൻ ഗ്രാൻഡ് എന്നായിരുന്നു അയാളുടെ പേര്. ഡോക്ടർ സ്റ്റീവൻ ഗ്രാൻഡ്, ഒരു ആർക്കിയോളജിസ്റ്റ്, നിധികൾ കണ്ടെത്തുന്ന ധൈര്യശാലിയായിട്ടുള്ള ആൾ. പക്ഷെ ഇതെന്തായിരുന്നു അറിയോ? ഇതൊരു സിനിമയായിരുന്നു. അതാരോ TV വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും വെള്ളം നിർത്തി മാത്രം പണിത് വെച്ചിരിക്കുന്ന ഒരു മുറിയിലാണ് ഈ TV ഇരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം കാണാൻ. എന്നാൽ പോലും ഒന്നും മനസ്സിലാവില്ല. അവിടെ ഒരാൾ നിന്ന് ഒരു ബോൾ കയ്യിലെടുത്ത് എന്തോ പറയുന്നുണ്ട്. വേറെ ആള് റുബിക്സ് ക്യൂബ് കളിക്കുന്നുണ്ട്. ഒരു സ്ത്രീ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. കണ്ടുപരിചയമുള്ള ഒരു ലേഡി ഒരു പാവയും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മരുന്ന് കഴിക്കുന്നുണ്ട്. ഒരാൾ എല്ലാവർക്കും കപ്പ് കേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ലേഡി ഒരു കിളിയുടെ പടം വരച്ചിട്ടുണ്ട്. ദേ അവിടെ ഒരു ഗോൾഡ് ഫിഷും ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് മുന്നിലേക്ക് നമുക്ക് പരിചയമുള്ള ഒരാൾ കയറി വരുവാണ്. മുഖപരിചയമുണ്ട്. ഹേയ്, നിനക്ക് ഡോക്ടറെ കാണാൻ സമയമായി. കുറെ നേരമേലും ഇങ്ങനെ ഇരിക്കുന്നു. അടുത്തായിട്ടാണ് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മാർക്ക് സ്പെക്ടറിന്. അവനാകെ തളർന്നിരിക്കുവാണ്. ഈ സമയത്ത് അങ്ങോട്ടൊരു ലേഡി വരുന്നു. എവിടെ പരിചയമുണ്ടല്ലോ, ഇത് നമ്മുടെ ലൈലയല്ലേ? ഹായ് മാർക്ക്, നീ എന്താ ഉറങ്ങുവാണോ? ഉറങ്ങാനാണോ സിനിമ വെച്ചിരിക്കുന്നത്? ഈ ആഴ്ച 5ാമത്തെ വട്ടം നീ സിനിമ കാണുന്നത്. അതുകൊണ്ട് ഞാനത് മാറ്റി. ലൈല എന്തോ ഒരു സാധനം എടുത്ത് കഴിച്ചു തിന്നുന്നുണ്ട്. മാർക്ക്, നീ എന്താ ഇറങ്ങാത്ത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിനിമ മാറ്റിയതിൽ വിഷമമായോ? ഐ എം സോറി. ഓ, നീ അവർ തന്ന ഗെയിമിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നിനക്ക് നന്നായിട്ട് ബിങ്കോ കളിക്കാൻ അറിയാലേ. ഇത് ഞാനും കൂടി ചേർന്ന് ചെയ്തെന്ന് പറഞ്ഞാലോ? സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് 2 പേർക്കും കൂടി എടുക്കാം. ഹായ് സർ, ദേ ഞാനും മാർക്കും കൂടി ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ ജയിച്ചു. അങ്ങനെ പറഞ്ഞ് ലൈല പോവാണ്. ചുറ്റും എന്താ ഉണ്ടാവുന്നതെന്ന് മാർക്കിന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അവന്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. റിഫ്ലക്ഷനിൽ കൂടെയാണല്ലോ മാർക്ക് സംസാരിക്കാറുള്ളത്. അതായത് ബോഡിയുടെ കൺട്രോൾ തൽക്കാലം ഇല്ലാത്ത പേഴ്സണാലിറ്റിയോട് റിഫ്ലക്ഷൻ വഴിയാണല്ലോ സംസാരിക്കാറ്. മാർക്ക് സ്റ്റീവനെ വിളിച്ചു നോക്കുവാണ്. പക്ഷെ ആ റിഫ്ലക്ഷനിൽ കൂടെ ആരും മറുപടി തരുന്നില്ല. അവൻ എണീറ്റ് നിൽക്കുവാണ്. പക്ഷെ മാർക്ക് പെട്ടെന്ന് നിലത്തേക്ക് വീണു. അവൻ ഇരിക്കുന്ന വീൽ ചെയറിൽ ആരോ അവന്റെ കാല് കെട്ടിവെച്ചിട്ടുണ്ട്. അത് തടഞ്ഞിട്ടാണ് മാർക്ക് നിലത്തേക്ക് വീണത്. എന്തായാലും നേരത്തെ കണ്ട ആൾ വന്ന് മാർക്കിനെ എണീപ്പിക്കുവാണ്. മാർക്കിന് തന്നെത്താനെ എഴുന്നേക്കാനൊന്നും പറ്റുന്നില്ല. അവൻ ആകെ തളർന്നിരിക്കുവാണ്. അല്ലെങ്കിൽ അവൻ എന്തോ ഒരു മരുന്ന് കൊടുത്ത് തളർത്തിയിരിക്കുവാണ്. അയാൾ മാർക്കിനോട് എപ്പോഴും ഇങ്ങനെ എണീറ്റ് വീഴരുതെന്ന് പറയുന്നു. അവിടെ ചെറിയൊരു പാവ വീണെടുക്കുന്നുണ്ട്. ഒരു മൂൺ നൈറ്റിന്റെ പാവ. സീൻ ചേഞ്ച് ആവുന്നു. മാർക്ക് സ്പെക്ടർ
സ്പെക്ടർ ഇപ്പൊ വേറൊരു റൂമിലാണ് ഇരിക്കുന്നത്. ഒരു ഡോക്ടർ മാർക്കിനോട് സംസാരിക്കാൻ തുടങ്ങി. കുഴപ്പമില്ല മാർക്ക്, നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് റിയാലിറ്റിയും നിന്റെ സ്വപ്നവും തമ്മിൽ വേർതിരിക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. റിയാലിറ്റി ഏതാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല, റിയാലിറ്റി അല്ലാത്തത് ഏതാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ തലയിലുള്ള ചിന്തകൾ റിയാലിറ്റി ആണെന്ന് നീ വിചാരിക്കുന്നു, പക്ഷെ അത് അങ്ങനെയല്ലല്ലോ. നീ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചിത്രം, ആ സിനിമ ഞാനും ഒന്ന് കണ്ടു നോക്കി. കൊള്ളാം, നല്ല സിനിമയാണ്. ദ ടൂം ബസ്റ്റർ. പഴയ സിനിമയോ, പക്ഷെ കുഴപ്പമില്ല, നീ ഇത് ഒരുപാട് വട്ടം കണ്ടല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഡോക്ടർ വേറെ ആരുമല്ല, അത് മിസ്റ്റർ ആർതർ ഹാരോയാണ്. മാർക്ക് തളർന്നിരിക്കുന്നതുകൊണ്ട് അവൻ അയാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാവുന്നില്ല. അവൻ ചുറ്റും നോക്കുമ്പോൾ അവിടെ കണ്ടുപരിചയമുള്ള ഒരു സ്ഥലത്തിന്റെ ചിത്രം ഇരിക്കുന്നുണ്ട്. വീണ്ടും മാർക്ക് നോക്കുമ്പോൾ അവിടെ ഡോക്ടർ ആർതർ ഹാരോ കുത്തി നടക്കുന്ന ഒരു വടി ഇരിക്കുന്നുണ്ട്. അവിടെ കണ്ണാടി കൂടെ ഡോക്ടർ ആർതർ ഹാരോ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാവുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ഇങ്ങനെ ഇവിടെ എത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്താ പറ്റിയത്? ആരോ എന്നെ... നിങ്ങൾ കുഴപ്പമില്ല മാർക്ക്, നീ അധികം ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, നിനക്ക് തലവേദന വരും. നിന്നെ ഞങ്ങൾ മരുന്ന് തന്ന് മയക്കി കിടത്തിയത് നീ വയലന്റ് ആയതുകൊണ്ടാ, പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് ശരിയാവും. അതുവരെ ഒന്നും ആലോചിക്കേണ്ട. മാർക്ക്, നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മളുടെ ചിന്തകൾ കാരണമാണ്. ചിന്തകൾ ശരിയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കും. അതേ ചിന്തകൾ തന്നെ നമ്മൾ പെറ്റിക്കാൻ തുടങ്ങിയാലോ? അതിനെയാണ് മാനസിക രോഗം എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിന് പ്രശ്നമുള്ളവരെ ഞാൻ ചികിത്സിക്കും. അതിനുള്ള സ്ഥലമാണിത്, ഒരു മെന്റൽ ഹോസ്പിറ്റൽ. എന്ന് വെച്ച് ഞാൻ രോഗികളെ എന്റെ സ്വന്തം ആൾക്കാരായിട്ട് തന്നെയാണ് കാണാറ്. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. ഓരോ കാര്യത്തിനെയും നമ്മൾ നോക്കി കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഉദാഹരണത്തിന് ഈ പേന, ഇതെന്താ? എനിക്കിത് എഴുതാനുള്ള ഒരു ഉപകരണമാണ്, പക്ഷെ ഒരു പട്ടിക്ക് ഇത് കടിക്കാനുള്ള ഒരു സാധനം മാത്രമാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ നോക്കി കാണുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റി നീ തന്നെ മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് എവിടെയോ ഓർമ്മയുള്ളത് പോലെ തോന്നുന്നു. എന്തോർമ്മയാണ് മാർക്ക്? നിന്റെ കഴിഞ്ഞ കാലത്തിനെ പറ്റിയുള്ള ഓർമ്മയാണോ, അതോ സ്റ്റീവനെ പറ്റിയുള്ള ഓർമ്മയാണോ? അപ്പോ നിങ്ങൾക്ക് സ്റ്റീവനെ പറ്റി അറിയോ? തീർച്ചയായിട്ടും അറിയാം. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് മാർക്കിനോടാണ്. ചില സമയത്ത് സ്റ്റീവൻ പുറത്തേക്ക് വരാറുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് സംസാരിക്കേണ്ടത് മാർക്കിനോടാണ്. ഇത്രയും നാളത്തെ ചികിത്സയുടെ ഇടയിൽ കുറെ പ്രശ്നങ്ങളുണ്ടായി, പക്ഷെ ഒരു മാനസിക രോഗിയെ സംബന്ധിച്ച് അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാനത് മനസ്സിലാക്കുന്നു. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ DID എന്ന് പറയുന്നത് ഒരു പേടിപ്പെടുത്തുന്ന രോഗമാണ്. പക്ഷെ നമുക്കതിനെ സുഖപ്പെടുത്താൻ സാധിക്കും മാർക്ക്. ശരിയായ ചികിത്സ മാത്രം മതി. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും, പക്ഷേ നിനക്ക് സ്വയം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താനാവില്ല. ഈ ഡയലോഗ് മാർക്കിന് ശരിക്കും ഓർമ്മ വരുന്നുണ്ട്. അവനെ വെടിവെച്ച് കഴിഞ്ഞ് മിസ്റ്റർ ആർതർ ഹാരോ പറഞ്ഞ വാക്കുകളാണത്. മാർക്ക് പതുക്കെ അവന്റെ ബോധത്തിലേക്ക് വരുവാണ്. ഏയ്, നിങ്ങൾ ഡോക്ടർ അല്ല, നിങ്ങൾ ആർതർ ഹാരോ അല്ലേ? നിങ്ങൾ എന്നെ വെടിവെച്ചില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ എന്നെ വെടിവെച്ചു. ഞാനിപ്പോ എവിടെ? ലൈല എവിടെ? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്നോ? ഹേയ് മാർക്ക്, പ്രശ്നം ഉണ്ടാക്കല്ലേ, സമാധാനമായിട്ടിരിക്കും. നേരത്തെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് നിന്നെ ഞങ്ങൾ ബോധം കെടുത്തിയത്. ഇപ്പൊ അതിന്റെ എഫക്റ്റ് ഒന്ന് മാറി വരുന്നേ ഉള്ളൂ മാർക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ അനങ്ങാതിരിക്കും. കൂൾ ഡൗൺ. എല്ലാ രോഗവും നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ മാർക്കിന് ആകെ ടെൻഷനായിട്ട് അവൻ ആ കസേരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാണ്. പക്ഷെ തളർന്നിരിക്കുന്നത് കൊണ്ട് അവന് മര്യാദയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. ആ മരുന്നിന്റെ എഫക്റ്റ് ഒക്കെ മാറി വരുന്നേ ഉള്ളൂ. അവിടെ ടേബിളിലായിട്ട് ഒരു ചില്ല് കൊണ്ടുള്ള പ്രിസം ഇരിക്കുന്നുണ്ട്. ദൈവങ്ങളുടെ തലയുടെ രൂപമുള്ള ചില ജാറുകളും അവിടെ ഇരിക്കുന്നുണ്ട്. മാർക്കിന് മര്യാദയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവൻ പതുക്കെ എഴുന്നേഴ് നീങ്ങുവാണ്. വീണ്ടും എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീഴുന്നുണ്ട്. എന്നാൽ അവൻ വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നു. മാർക്ക് പ്ലീസ്, എന്തിനാ നീ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? ഏയ്, താൻ എന്റെ അടുത്തേക്ക് വരണ്ട. നോ മാർക്ക്, എന്റെ അടുത്ത് ദൂരെ പോ. മാർക്ക്, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാനൊരു ഡോക്ടറാണ്. നിന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഒരു മുതലയുടെ രൂപത്തിലുള്ള ഒരു പ്രതിമ ഇരിക്കുന്നുണ്ട്. നോക്കു മാർക്ക്, നമ്മൾക്ക് എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങൾ വരാറുണ്ട്. പണ്ട് എനിക്കും വന്നിരുന്നു. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. താനൊന്നും പറയണ്ട. ഈ ഡോർ തുറക്ക്, എനിക്ക് പുറത്തേക്ക് പോകണം പ്ലീസ്. ആ ഡോർ തുറക്കാനല്ലേ പറഞ്ഞത്? മാർക്ക്, നീ തളർന്നിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നെ ഞാൻ ശരിയാക്കാം. നീ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകരുത്. ഈ സമയത്ത് മാർക്ക് പെട്ടെന്ന് അവന്റെ കൈ കൊണ്ട് വാതിലിന്റെ ചില്ല് പൊളിച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് കിടക്കുവാണ്. പെട്ടെന്ന് നേരത്തെ കണ്ട ആളുകൾ വന്ന് മാർക്കിനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരെ അവിടെ കണ്ട പോലെ ഉണ്ടല്ലേ. ഹേ ഗായ്സ്, മാർക്ക് ഒരു പാവമാണ്. അവനെ വേദനിപ്പിക്കില്ലേ. അവനെ തിരിച്ചു പിടിച്ചുകൊണ്ടുവന്നാൽ മാത്രം മതി. ഈ സമയത്ത് മാർക്ക് അവരുടെ കൈ കടിച്ച് അവിടെ നോടാൻ തുടങ്ങി. അവര് മാർക്കിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ബാലൻസ് കിട്ടുന്നില്ലെങ്കിലും മാർക്ക് നേരെ മുന്നിലേക്ക് ഓടി. കണ്ട വഴികളിൽ കൂടെ ഒക്കെ ഓടി. കുറച്ചങ്ങോട്ട് ചെന്നപ്പോ അവൻ എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. അവിടെയുള്ള ഇടവഴിയും അവിടുത്തെ ലൈറ്റും ഒക്കെ ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. കുത്തിവെച്ച മരുന്നിന്റെ എഫക്റ്റ് ആയിരിക്കുന്നു വിചാരിച്ച് മാർക്ക് വീണ്ടും മുന്നിലേക്ക് ഓടി. അവനെ പിടിക്കാൻ വരുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ കണ്ട ഒരു റൂമിൽ കയറി അവൻ ഒളിച്ചു. പിന്നാലെ വന്നവർ അവനെ കാണാതെ എങ്ങോട്ട് ഓടിപ്പോയി. അവിടെ നോക്കിയപ്പോ ആ റൂമിന്റെ ഉള്ളിൽ ഒരു സാക്രോഫാസ് ഇരിക്കുന്നു. ഒരു കല്ലറ. അതിലാരോ മുട്ടുന്നുണ്ട്. എന്നെ തുറന്നു വിടാൻ പറയുന്നുണ്ട്. മാർക്ക് ചെന്നത് തുറക്കുവാണ്. അപ്പത് അടുത്ത ട്വിസ്റ്റ്, അതിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റീവനാണ് ഇറങ്ങി വരുന്നത്. സ്റ്റീവൻ എങ്ങനെ ആ കല്ലറയുടെ ഉള്ളിൽ വന്നു? അത് മാത്രമല്ല, സ്റ്റീവനും മാർക്കും പേഴ്സണാലിറ്റികളല്ലേ? ഇവർക്ക് ഒരു ബോഡിയല്ലേ ഉള്ളൂ, പിന്നെങ്ങനെയാണ് രണ്ട് ബോഡികൾ ഇവിടെ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇവർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ സ്റ്റീവൻ മാർക്കിനെയും മാർക്ക് സ്റ്റീവനെയും കണ്ട സന്തോഷത്തിൽ പരസ്പരം വന്ന് കെട്ടിപ്പിടിക്കുവാണ്. നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിക്കണം, ഇത് മറക്കരുത്. ഈ നീല ബനിയൻ ഇട്ടിരിക്കുന്ന ആളാണ് സ്റ്റീവൻ. മറ്റേ ഡ്രസ്സ് അല്ലെങ്കിൽ വെള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആളാണ് മാർക്ക്. നീല സ്റ്റീവൻ, വെള്ള മാർക്ക്. എന്തൊക്കെയാ മാർക്ക് ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മളെങ്ങനെ ഇങ്ങനെ രണ്ടുപേരായിട്ട് നിൽക്കുന്നത്? എനിക്ക് അറിയില്ല സ്റ്റീവൻ, എന്താ ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. നിനക്ക്
അവസാനമായിട്ട് ഓർമ്മയുള്ള കാര്യം എന്താ? ആർതർ ഹാരോ നമ്മളെ വെടിവെച്ചു. യെസ്, എക്സാക്ട്ലി അത് തന്നെ. ഇത് പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. നമ്മൾക്ക് രണ്ടുപേർക്ക് ഇത് ഓർമ്മയുണ്ട്. ലൈല എവിടെ പോയിന്ന് അറിയില്ല. ഇവിടെ ആർതർ ഹാരോ ഒരു ഡോക്ടറായിട്ടിരിക്കുന്നു. ഞാനൊരു മെന്റൽ പേഷ്യന്റ് ആണെന്ന് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇതെന്തെങ്കിലും മാജിക് ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സത്യം നമുക്ക് രണ്ടുപേർക്ക് അറിയൂ അല്ലെ? അതെ മാർക്ക്, നമുക്ക് പോകാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി. അവിടെ വേറൊരു റൂമിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോ അവിടെയും മറ്റൊരു സാക്രിഫൈസ് ഇരിക്കുന്നുണ്ട്. മറ്റൊരു കല്ലറ. അതിലും ആരോ കിടന്ന് തട്ടുന്നുണ്ട്. എന്നെ പുറത്തേക്ക് വിടാൻ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നില്ല. മറ്റൊരു പേഴ്സണാലിറ്റി ആയിട്ടുള്ള സ്റ്റീവനാണ് തൊട്ടു മുന്നേ ഒരു കല്ലറയിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പൊ ഈ കല്ലറയിലുള്ള ആരായിരിക്കും? ഐ ഡോണ്ട് നോ. അവർ രണ്ടുപേരും മുന്നിലേക്ക് നടക്കുവാണ്. അവിടെ മറ്റൊരു വാതിലിൽ എന്തോ വലിയൊരു രൂപം നിൽക്കുന്നുണ്ട്. അവരങ്ങോട്ട് ചെന്നപ്പോഴേക്കും ആ വാതിൽ തുറക്കുവാണ്. അവിടെ അവർക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയ ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. ഒരു ഈജിപ്ഷ്യൻ തീമിലാണ് ആ ഹിപ്പോപ്പൊട്ടാമസ് ഡ്രസ് ഇട്ടിരിക്കുന്നത്. അത് അവരോട് ഹായ് പറയുകയും ചെയ്യുന്നു. ഇത് കണ്ട് സ്റ്റീവനും മാർക്കും അങ്ങോട്ട് പേടിച്ച് അലറുവാണ്. ഇങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറയാം, അതും ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊരു മെന്റൽ ഹോസ്പിറ്റലാണ്. അവിടെയുള്ള ഒരു മാനസിക രോഗിയാണ് മാർക്ക് സ്പെക്ടർ. ഇവിടെ നമ്മൾ കണ്ട പലരും മാനസിക രോഗികളാണ്. ഇവിടെ ജോലി ചെയ്യുന്നവരാണ്, നഴ്സുമാരാണ്. പിന്നെ നമ്മൾ കണ്ട ആർതർ ഹാരോ, അദ്ദേഹമാണ് ഇവിടുത്തെ ഡോക്ടർ. അയാളാണ് മാർക്കിനെയും മറ്റുള്ള മാനസിക രോഗികളെയും ഒക്കെ ചികിത്സിക്കുന്നത്. ഡോക്ടർ ആർതർ ഹാരോ പറഞ്ഞതനുസരിച്ച് മാർക്ക് എന്ന് പറയുന്ന മാനസിക രോഗി അവന്റെ തലയിൽ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കഥ. എപ്പിസോഡ് 1ഉം 2ഉം 3ഉം ഒക്കെ മാർക്ക് എന്ന് പറയുന്ന ഈ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാനസിക രോഗിയുടെ മനസ്സിന്റെ തോന്നലുകളാണ്. ആ തോന്നലുകൾ റിയാലിറ്റി ആണെന്ന് മാർക്ക് വിശ്വസിക്കുന്നു. അതാണ് അവന്റെ രോഗം. അതിനെയാണ് ഡോക്ടർ ആർതർ ഹാരോ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡോക്ടർ ഹാരോ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അതിനെ ശരിയെന്ന് വെക്കുന്ന പല ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ കാണുന്നത് ഭൂരിഭാഗവും നമ്മൾ റിയൽ ലൈഫിൽ കണ്ട സാധനങ്ങളും വ്യക്തികളെയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും. അങ്ങനെ ഒരു പുതിയ കഥയായിരിക്കും നമ്മൾ സ്വപ്നമായിട്ട് കാണുന്നത് ഉറങ്ങുന്ന സമയത്ത്. പക്ഷെ മാർക്ക് എന്ന് പറയുന്ന മാനസിക രോഗി ഈ മെന്റൽ ഹോസ്പിറ്റലിൽ കണ്ട സാധനങ്ങളെയും ആളുകളെയും ഒക്കെ വെച്ചിട്ടുള്ള മറ്റൊരു സ്വപ്നമാണ് കാണുന്നത്. അവന്റെ തോന്നലിലുള്ള ഇത്രയും നാൾ നമ്മൾ കണ്ട കഥ ആദ്യം മുതൽ തന്നെ തുടങ്ങാം. മാർക്ക് സ്പെക്ടർ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ദി ടൂം ബസ്റ്റർ. അതില് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ആളുടെ പേരാണ് സ്റ്റീവൻ ഗ്രാൻഡ്. ഈ സ്റ്റീവൻ ഗ്രാൻഡിനെയാണ് മറ്റൊരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊരു കോമ്പസ് പിടിച്ചിട്ടാണ് നിധി തേടാൻ പോകുന്നത്. ഇവിടെ നിധി എന്ന് പറയുന്നത് അമിത്തിന്റെ ഉഷാബ്ദി. അവർ കൈ പിടിച്ചിരിക്കുന്ന കോമ്പസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഗോൾഡൻ സ്കാരബ്. ഈ സിനിമ കണ്ട് ഭയങ്കര അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോറി മാർക്കിന്റെ മനസ്സിൽ തോന്നിയത്. അടുത്തതായിട്ട് ഈ നിൽക്കുന്ന ആളാണ് സ്റ്റീവൻ എപ്പോഴും പോയി സംസാരിക്കാറുള്ള ആ ഗോൾഡൻ സ്റ്റാച്യു മാൻ. അവിടെ ഒരാൾ ഇന്ന് റുബിക്സ് ക്യൂബ് കളിക്കുന്നുണ്ടല്ലോ. സ്റ്റീവൻ ഗ്രാൻഡ് ഉറങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് അവൻ റുബിക്സ് ക്യൂബ് കളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി ഈ നിൽക്കുന്ന ലേഡി ഇത് ആർതർ ഹാരോയുടെ ആളായിട്ട് പോലീസായി വേഷം മാറി വന്ന് സ്റ്റീവനെ പിടിച്ചുകൊണ്ടുപോയ ആ ലേഡിയാണ്. അടുത്തതായിട്ട് ഈ മരുന്ന് കുടിക്കുന്ന ലേഡി, ഇവരാണ് സ്റ്റീവൻ ഗ്രാൻഡിന്റെ ആർട്ട് മ്യൂസിയത്തിലെ ബോസ്. ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ പാവ സ്റ്റീവൻ ഗ്രാൻഡ് ആർട്ട് മ്യൂസിയത്തിൽ വെച്ച് ഒതുക്കി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോണ എന്നാണ് അവരുടെ പേര്. അവരിവിടുത്തെ ഒരു മെന്റൽ പേഷ്യന്റ് ആണ്. അടുത്തതായിട്ട് കാണുന്ന ആള് മൊഗാട്ടിന്റെ കൂടെ നമ്മൾ കണ്ട ബെക്കാണ്. അയാളുടെ കയ്യിലിരിക്കുന്ന കപ്പ് കേക്ക് ഉണ്ടല്ലോ, ആ കപ്പ് കേക്ക് എപ്പിസോഡ് 1ൽ സ്റ്റീവൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടിച്ചുപോയ ആ കപ്പ് കേക്ക് വാനിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ഒരു ലേഡി ഇരുന്ന് ഒരു കിളിയുടെ പടം വരയ്ക്കുന്നുണ്ടല്ലോ, ആ പടത്തിലെ കിളിക്ക് കോൺഷുവിന്റെ തലയാണ്. അവിടെ ഇരിക്കുന്ന ഗോൾഡ് ഫിഷ്, സ്റ്റീവൻ ഗ്രാൻഡിന്റെ ഗോൾഡ് ഫിഷിനെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവം നമ്മൾക്കറിയാം. അവന്റെ റൂമിൽ കണ്ടിട്ടുള്ള ഫിൻ എന്ന് പറയുന്ന ഒറ്റച്ചെറുകളുടെ ഗോൾഡ് ഫിഷിനെയും നമുക്ക് ഓർമ്മയുണ്ട്. പിന്നീട് വരുന്ന ഇയാളുണ്ടല്ലോ, ഇത് ആർതർ ഹാരോയുടെ ആളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇയാളാണ് പോലീസായിട്ട് വേഷം മാറി വന്ന് സ്റ്റീവനെ പിടിച്ചുകൊണ്ട് പോയതിലൊരാൾ. ഇയാളെയാണ് ഹെക്ക പ്രീസ്റ്റ് വലിച്ചെടുത്തുകൊണ്ട് പോയി അവയവങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് മമ്മിയാക്കി മാറ്റിയത്. അത് കഴിഞ്ഞ് ലൈല വരുന്നുണ്ട്. ലൈലയും അവിടുത്തെ ഒരു മെന്റൽ പേഷ്യന്റ് ആണ്. അവൾ ഈ കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ എപ്പിസോഡ് 3യുടെ തുടക്കത്തിൽ ലൈല ഒരു ലേഡിയോട് സംസാരിക്കുന്ന സമയത്ത് കഴിക്കുന്ന പോലെ കണ്ടിട്ടുണ്ട്. റിഫ്ലക്ഷനിൽ നോക്കി സ്റ്റീവനെ വിളിക്കുന്നത് അത് മാനസിക രോഗിയായിട്ടുള്ള മാർക്ക് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അവൻ പലപ്പോഴും ഇങ്ങനെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ കാല് കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് വീഴാറുണ്ടല്ലോ. സ്റ്റീവൻ ഗ്രാൻഡും ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കാല് കെട്ടിവെക്കാറുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അവന്റെ കയ്യിലിരിക്കുന്ന പാവ അത് മൂൺ നൈറ്റിന്റെ പാവയാണ്. ഇവിടുത്തെ ഡോക്ടറായിട്ടുള്ള ആർതർ ഹാരോയാണ് മാർക്ക് സ്പെക്ടർ അവന്റെ മനസ്സിലെ കഥയിലെ വില്ലനായിട്ട് കണ്ടിരിക്കുന്നത്. അവിടെ ചുമരി കാണുന്ന ആ ചിത്രം ഉണ്ടല്ലോ, ഇത് എപ്പിസോഡ് 1ൽ സ്റ്റീവൻ വീണ് കിടന്നിരുന്ന ആ മലനിരയാണ്. അമിത്തിന്റെ മാന്ത്രികവടിയായിട്ട് കണ്ടിരിക്കുന്നത് ഡോക്ടർ ആർതർ ഹാരോയുടെ അയാൾ കുത്തി നടക്കുന്ന ആ വടിയെയാണ്. നമ്മുടെ ഹാരോ കുപ്പിച്ചിലൊക്കെ നിറച്ച അയാളുടെ ചെരുപ്പിലിട്ട് നടന്നു പോയല്ലോ, ആ ചെരുപ്പ് ശരിക്കുള്ള ഡോക്ടർ ആർതർ ഹാരോ ഉപയോഗിക്കുന്ന ചെരുപ്പാണ്. ഈ കാണുന്ന ചില്ലിന്റെ പ്രസവം ഉണ്ടല്ലോ, ഇത് കാണുമ്പോൾ ഈജിപ്തിലെ പിരമിഡിനെയാണ് ഓർമ്മ വരുന്നത് അല്ലെ? ഈ ഇരിക്കുന്ന ജാറുകൾ ഇതാണ് ഹെക്ക പ്രീസ്റ്റ് അവയവങ്ങൾ നിറച്ചു വെക്കുന്ന ജാറായിട്ട് നമ്മൾ കണ്ടത്. അവിടെ ഇരിക്കുന്ന മുതലയുടെ പ്രതിമ, ഇതിൽ നിന്നായിരിക്കും അമിത് എന്ന് പറയുന്ന മുതല ദേവതയുടെ ഒരു ക്യാരക്ടർ മാർക്ക് സങ്കല്പിച്ചത്. അതായത് മാർക്ക് സ്പെക്ടർ എന്ന് പറയുന്ന മാനസിക രോഗി ഈ മെന്റൽ ഹോസ്പിറ്റലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുക്കളും ആളുകളും സിനിമകളും ഒക്കെ വെച്ചാണ് അവൻ മനസ്സിൽ ഇത്രയും നാൾ നമ്മൾ കണ്ട കഥ രൂപപ്പെടുത്തിയെടുത്തത്. അതൊക്കെ അവന്റെ തോന്നലാണ്. ഇവിടെ വരെ ഓക്കെ. ഇത് കഴിഞ്ഞ് മാർക്ക് സ്പെക്ടർ ഇറങ്ങി ഓടുമ്പോൾ അവിടെ ആകെ ആടി ഒലയുന്നതും പിന്നെ ഒരു റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ഒരു കല്ലറയും അതിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റീവൻ പുറത്തേക്ക് വരുന്നൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് പോയപ്പോൾ മറ്റൊരു കല്ലറയും, അത് കഴിഞ്ഞ് ഒരു സംസാരിക്കുന്ന ഹിപ്പോപ്പൊട്ടാമസിനെയും കണ്ടു. അപ്പൊ അതൊക്കെ എന്താണ്? തല കുറച്ച് പുകയുന്നുണ്ട്.
തോന്നുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, അതങ്ങനെയാണ്. അടുത്ത എപ്പിസോഡ് കാണുമ്പോൾ പുകയൊക്കെ ഒന്ന് കുറയും. 2 സാധ്യതകളാണുള്ളൂ. ഒന്ന്, ഈ മെന്റൽ ഹോസ്പിറ്റലിന്റെ കാര്യം മാർക്ക് മാനസിക രോഗിയാണെന്നുള്ള കാര്യവും നമ്മൾ ഇത്രയും നാൾ കണ്ട കഥ അവന്റെ തോന്നലുകളായിരുന്നു എന്നുള്ള കാര്യവും സത്യമാണ്. അതിന്റെ കൂട്ടത്തിൽ മാനസിക രോഗിയായിട്ടുള്ള മാർക്കിന് തോന്നുന്ന മറ്റു തോന്നലുകളാണ് ഇവിടെ കണ്ട കല്ലറയും സ്റ്റീവനും ആ ഹിപ്പോപ്പൊട്ടാമസും ഒക്കെ. രണ്ടാമത്തെ സാധ്യത, നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന കഥയായിരുന്നു സത്യം. മാർക്കിന് വെടിയേറ്റ് അവൻ വെള്ളത്തിൽ കിടന്ന് മരിക്കാൻ പോകുന്ന സമയത്ത് അവന്റെ മനസ്സിൽ തോന്നുന്ന ചില ചിന്തകളാണ് ഈ മെന്റൽ ഹോസ്പിറ്റലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും. മാർക്ക് അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സയന്റിസ്റ്റുകൾ പറയുന്നത് ഒരാൾ മരിക്കുന്ന സമയത്ത് അവന്റെ തലച്ചോറിന്റെ ആക്ടിവിറ്റി കുറച്ചു നേരത്തേക്ക് സ്പീഡാവും. ആ സമയത്ത് അവനവന്റെ മൊത്തം ലൈഫും ഒരു സിനിമ പോലെ കാണാൻ പറ്റും. വേറെ ചിലർ പറയുന്നത് മരണം അടുക്കുന്ന സമയത്ത് ചിലർ പറയാറുണ്ടല്ലോ, ഞാൻ ദൈവത്തിന് കാണുന്നുണ്ട്, ഞാൻ സ്വർഗത്തിന്റെ വാതിൽ കാണുന്നുണ്ടെന്നൊക്കെ. ഇതൊക്കെ അവരുടെ മരിക്കുന്നതിന് മുൻപുള്ള തോന്നലുകളാണ്. അങ്ങനെ നമ്മുടെ മാർക്ക് മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവന്റെ തലച്ചോറ് കാണിച്ചു കൊടുക്കുന്ന ചില തോന്നലുകളായിരിക്കാം ഇത്. അതാണ് മറ്റൊരു സാധ്യത. ഇനി ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു സാധ്യത ഉണ്ടോ? ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. അതെന്തായാലും ഇപ്പൊ പറയുന്നില്ല. എന്നാലും ഇങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ ഓംപ്ലേറ്റ് അടിച്ചുകൊണ്ട് ഇവർ ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാലും അടുത്ത എപ്പിസോഡ് ഒരു സാധാരണ എപ്പിസോഡല്ല. ഈ സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പിസോഡ് അടുത്ത എപ്പിസോഡാണ്, എപ്പിസോഡ് 5. അതെന്തായാലും കണ്ടേ പറ്റൂ. അത് മാസാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഓൺ.